മർഹബൻ അഹ്ലൻ വസഹ്ലൻ. കഴിഞ്ഞ വർഷം അതായത് മാർച്ച് 2023 നടന്നിട്ടുള്ള അറബിക് പെഡഗോജിയിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ എക്സാം ഒന്ന് ഓവർവ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു തവണ ചോദിച്ചിട്ടില്ല. വളരെ നമ്മൾ മുൻ വർഷങ്ങളിൽ ഫെമിലിയർ ആയിട്ടുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ എല്ലാ തവണയും ഞാൻ പറയുന്നതാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ഞാനിങ്ങനെ അനലൈസ് ചെയ്യുന്നത് മാത്രം ഇങ്ങനെ കണ്ടിരിക്കുന്നതിന് പകരമായിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്തും ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ആ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് സെൽഫ് ഇവാലുവേഷൻ നടത്തിയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മളൊരു ഉത്തരം ശരിയാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് വൈബ് വരും. ഇനി അത് നെഗറ്റീവ് അല്ല തെറ്റാക്കി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കും. പിന്നെ ഞാൻ അനലൈസ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് എനിക്ക് ഈ ഉത്തരം തെറ്റി, അത് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലത് നന്നായിട്ട് അവിടെ പെർമനൻ്റ് ആയിട്ട് നിൽക്കും. നമുക്കെന്താ പിന്നെ നന്നായിട്ട് അത് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ ആ രീതിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ഈ 30 ക്വസ്റ്റ്യൻസിലൂടെ പോകുന്ന സമയത്ത് ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ സാധിക്കും. എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, അവലൻ ജുംല അറബിയ ഇസ്തിലാഹിയ തുആദിൽ കൊളാബറേറ്റീവ് ലേണിംഗ്. ഒരുപാട് തവണ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ് കൊളാബറേറ്റീവ് ലേണിംഗിൻ്റെ അറബിക് ടെക്നിക്കൽ ടേം എന്താണ് എന്നുള്ളത്. അദ്ദിറാസ അത്തശാറുക്കിയ, അത്തദ്രീസ് ബിൽ അഖ്റാൻ, അദ്ദിറാസ തആവുനിയ, അദ്ദിറാസ അൽ ഫരീഖിയ. ഏതാണ് അല്ലെ? കൊളാബറേറ്റീവ് ലേണിങ്ങിന് അദ്ദിറാസ അത്തശാറുക്കിയ എന്ന് പറയും. ഇതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, പാർട്ടിസിപ്പേറ്റീവ് ലേണിംഗ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പാർട്ടിസിപ്പേറ്റീവ് ലേണിംഗ് എന്ന് ചില സമയങ്ങളിൽ പറയാറുണ്ട്. അപ്പോൾ ദിറാസ തശാറുക്കിയ എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പേറ്റീവ് ലേണിംഗ് എന്നും കൊളാബറേറ്റീവ് ലേണിംഗ് എന്നും രണ്ടും ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ അദ്ദിറാസ അത്താവുനിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കോപ്പറേറ്റീവ് ലേണിംഗ് ആണ്. ഓക്കെ, കോപ്പറേറ്റീവ് ലേണിങ്ങിനാണ് അദ്ദിറാസ അത്താവുനിയ എന്ന് പറയുന്നത്. ഓക്കെ, ഈ രണ്ട് ഓപ്ഷൻസും ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഇനി ഞാൻ ബി ആൻഡ് സി ഡീനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, അതിൻ്റെ ടേംസിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അഖ്റാൻ എന്ന് കാണുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം അത് പീർ ലേണിംഗ് ആണ്. പീർ ലേണിംഗ് അതായത് കുട്ടികൾ അവർ ഫ്രണ്ട്സിനൊക്കെ വെച്ചിട്ട് അങ്ങനെ പഠിക്കുന്നതിനാണ് പറയുന്നത്. പക്ഷെ അവിടെ എന്ത് വരണം? ഇവിടെ തെദ്രീസ് എന്നാ പറഞ്ഞത്. തെദ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചിങ് എന്നാണ് അർത്ഥം വരുന്നത്. അവിടെ എന്താണ് വരേണ്ടത്? അദ്ദിറാസ ബിൽ അഖ്റാൻ. ഓക്കെ, അദ്ദിറാസ ബിൽ അഖ്റാൻ എന്ന് പറയുന്നതാണ് പീർ ലേണിംഗ്. ഓക്കെ, പീർ ലേണിംഗ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, ഇനി ഓപ്ഷൻ ഡിയിലേക്ക് വരാം. അൽ ഫരീഖിയ. ഫരീഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടീം അല്ലേ? ടീം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ടീം ടീച്ചിങ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഒരു വിഭാഗം കുട്ടികളെ രണ്ടോ അതിലധികമോ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതിനെയാണ്, ഒരേ സബ്ജക്റ്റ് രണ്ടോ അതിലധികമോ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതിനാണ് ടീം ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ദിറാസ എന്ന് പറഞ്ഞാൽ എന്താ? ലേണിംഗ് ആണ് അല്ലേ? ഇവിടെ എന്താണ്? ടീച്ചിങ് എന്നാവുമ്പോൾ ഏത് ടേമാ വേണ്ടത്? അത്തദ്രീസ് എന്നാ വേണ്ടത്. അത്തദ്രീസുൽ ഫരീഖിയ ടീം ടീച്ചിങ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, اختر من الآتية ما يوافق بالكتابة الوظيفية. ماذا يعني بالكتابة الوظيفية؟ വലീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജോലി എന്നൊക്കെ ഉള്ളതുമായിട്ട് മുവല്ലിഫ് ഉദ്യോഗസ്ഥൻ എന്നൊക്കെ ഉള്ള ആ ഒരു ടേമുമായിട്ട് ഓർത്ത് വെച്ചാൽ മതി. അതായത് ഫോർമൽ റൈറ്റിംഗ് ആണ് ഇവിടെ ഉദ്ദേശിച്ചത്. അതായത് ഒഫീഷ്യൽ റൈറ്റിംഗ് അല്ലെങ്കിൽ ഫോർമൽ റൈറ്റിംഗ് എന്നൊക്കെ പറയാം. അതായത് നമ്മുടെ ഓഫീസുകളിൽ ഇപ്പം നമ്മളൊരു ഓഫീസിൽ പോവാണ്, ഒരു സ്കൂളിൻ്റെ ഓഫീസിൽ പോവാണ്, അതല്ലെങ്കിൽ ഒരു വില്ലേജ് ഓഫീസ് പോവാണ്, അവിടേക്ക് നമുക്കൊരു അപേക്ഷ കൊടുക്കണം അല്ലെങ്കിൽ ഒരു പരാതി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മളുടേതായിട്ടുള്ള ഭാഷകളല്ല വെക്കുക. അതിനൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഭാഷ ഉണ്ട്. അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ സാർ എനിക്ക് ഇന്ന രീതിയിൽ അങ്ങനെ പറഞ്ഞിട്ട് വിനീതമായി അപേക്ഷിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഫോർമാലിറ്റി ഉണ്ടല്ലോ, അതാണ് കിതാബ അൽ വലീഫിയയിൽ ഉപയോഗിക്കുക. അപ്പോൾ ഇഖ്തർ മിനൽ ആതിയ മാ യുവാഫിഖ് ബിൽ കിതാബ അൽ വലീഫിയ, അങ്ങനെയുള്ള ഒഫീഷ്യൽ റൈറ്റിംഗുമായിട്ട് മാ യുവാഫിഖ് യോജിക്കുന്നത്. ഇതെപ്പോഴും ശ്രദ്ധിക്കണം എന്ന് പറയുന്നതാണ്. കാരണം ക്വസ്റ്റ്യനിൽ ചില സമയത്ത് മാ യുവാഫിഖ് യോജിക്കുന്നതായിരിക്കും ചോദിക്കുക, ചില സമയത്ത് മാ ലാ യുവാഫിഖ് എന്ന് പറഞ്ഞാൽ യോജിക്കാത്തത് എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ഒഫീഷ്യൽ റൈറ്റിംഗുമായിട്ട് യോജിക്കുന്നത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം.
അപ്പൊ അതിനു മുമ്പ് കിതാബ വലീഫിയയും കിതാബ ഗൈറുൽ വലീഫിയയും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. കിതാബ വലീഫിയ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു ഓഫീസിലേക്ക് എഴുതുന്ന രീതിയിലുള്ള ഒഫീഷ്യൽ ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ആ ഒരു ഒഫീഷ്യൽ ഫോർമാലിറ്റിയിൽ നമ്മൾ എഴുതുന്നതിനെയാണ്, ആ റൈറ്റിംഗ് സ്റ്റൈലിനെയാണ് കിതാബ അൽ വലീഫിയ എന്ന് പറയുന്നത്. അതേസമയം ഇൻഫോർമൽ ആയിട്ട് കിതാബ ഗൈറുൽ വലീഫിയ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇൻഫോർമൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിന് കത്തെഴുതാം, അല്ലെങ്കിൽ നമ്മൾ ഒരു കവിത എഴുതാം. ഇതൊക്കെ എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള ഫീലിങ്സ് നമ്മുടേതായിട്ടുള്ള ഭാഷയിലാണ് എഴുതുക. അവിടെ ഒരു പ്രത്യേകിച്ചൊരു കൃത്യമായ ഒരു എന്താ പറയുക ചട്ടക്കൂടില്ല, നിയമങ്ങളില്ല, ഇന്ന രീതിയിലായിരിക്കണം എന്നുള്ളത്. അതാണ് ഫോർമൽ റൈറ്റിങ്ങും ഇൻഫോർമൽ റൈറ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് നോക്കാം, ഈ ഒരു ഓപ്ഷൻസും കൂടെ നോക്കുന്ന സമയത്ത് കൂടുതൽ ക്ലിയർ ആകും. ഓക്കെ, ലാ യഖ്ല ലി അസാലീബ് അത്തജ്മീലുൽ ലഫ്ലി, അതായത് എന്താണ് ലഫ്ൽ എന്ന് പറഞ്ഞാൽ വേർഡ്സ് അല്ലെ, തജ്മീൽ ജമാലാക്ക അല്ലെ, വേർഡ്സിനെ ഇങ്ങനെ ഭംഗിയാക്കുന്ന സ്റ്റൈലുമായിട്ട് അതിന് വിധേയമാകുന്നില്ല. അടുത്തത് യഖ്സദു ബിഹ ഇൽഹാറുൽ മശായിർ, നമ്മുടെ എന്താണ് ഫീലിങ്സുകൾ പ്രകടമാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തർജുമ അൽ ഇഹ്സാസാത്തുൽ മുഖ്തലിഫ, വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളെ പരിഭാഷപ്പെടുത്തുക, അതായത് നമുക്കുണ്ടാകുന്ന വ്യത്യസ്ത അനുഭവങ്ങളെ നമ്മുടേതായിട്ടുള്ള ഭാഷയിലേക്ക് കൊണ്ടുവരിക. തുഹഖിഖ് അൽ മതഅ അൻ നഫ്സിയ ലിൽ ഫർദ്, ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ടുള്ള ആസ്വാദനം അതിലൂടെ യാഥാർത്ഥ്യവൽക്കരിക്കുന്നു. അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? ലാ യഖ്ല ലി അസാലീബ് അത്തജ്മീൽ അൽ ലഫ്ലി എന്നുള്ളതാണ് വരുന്നത്. അതായത് ഒഫീഷ്യൽ റൈറ്റിങ്ങില് എന്താണ്? ഒഫീഷ്യൽ റൈറ്റിങ്ങില് തജ്മീലുൽ ലഫ്ലി, പദങ്ങളെയൊക്കെ നമ്മുടേതായിട്ടുള്ള ഭംഗി കൊണ്ടുവരാൻ പറ്റൂല. അവിടെ വളരെ സിമ്പിളായിട്ട്, കാരണം നമ്മളൊരു ഓഫീസിലെ ആക്ക് ലെറ്റർ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു പ്രിൻസിപ്പാളിനാണെങ്കിൽ പ്രിൻസിപ്പാളിന് ഒരുപാട് ജോലികൾ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ വളരെ എന്താ പറയുക സാഹിത്യപരമായിട്ടുള്ള വേർഡ്സ് ഒക്കെ വായിച്ച് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് വായിച്ചെടുക്കാനുള്ള സമയമോ അത് മനസ്സിലാക്കാനുള്ള സമയമോ ഇരുന്ന് ചിന്തിക്കാനുള്ള സമയമോ ഉണ്ടാവില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു തജ്മീലുൽ ലഫ്ലി ഒക്കെ നമ്മുടെ സ്വയമായിട്ടുള്ള നമ്മുടെ ഫീലിങ്സുകൾ നമ്മൾ ഡയറി ആയിട്ട് എഴുതുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു കഥയായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു അനുഭവം എഴുതുന്ന സമയത്തൊക്കെ നമുക്ക് തജ്മീലുൽ ലഫ്ലി കൊണ്ടുവരാം. എന്നാൽ കിതാബ വലീഫിയയിൽ തജ്മീലുൽ ലഫ്ലിയുടെ സ്റ്റൈല് ലാ യഖ്ല, അത് വിധേയമാകില്ല, അത് കൊണ്ടുവരാൻ പാടില്ല. ദെൻ യഖ്സദു ബിഹ ഇൽഹാറുൽ മശായിർ, നമ്മുടെ ഫീലിങ്സ് പ്രകടമാക്കുക. അത് ഏതിലാ വരുന്നത്? അത് ഇൻഫോർമൽ റൈറ്റിങ്ങിലാണ് നമ്മുടെ ഫീലിങ്സ് ഒക്കെ, നമുക്ക് എന്താണോ തോന്നുന്നത് ആ അഭിപ്രായങ്ങളൊക്കെ എഴുതാൻ പറ്റുന്നത്. അടുത്തത് തർജുമത്തുൽ ഇഹ്സാസാത്തുൽ മുഖ്തലിഫ, നമ്മുടെ വ്യത്യസ്ത അനുഭവങ്ങളെയൊക്കെ കുറിച്ച് എഴുതാൻ പറ്റുന്നതും ഇൻഫോർമൽ റൈറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഒരാളുടെ സ്വയമായിട്ടുള്ള ആസ്വാദനങ്ങൾ, നമ്മളിപ്പോൾ ഒരു മലയെ വർണ്ണിച്ചുകൊണ്ട് എഴുതുക, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻഫോർമൽ ആയിട്ടുള്ള റൈറ്റിംഗ് ആണ് എന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു 3 കാര്യം, അതായത് എപ്പോഴും ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമായിരിക്കും ഇൻഫോർമൽ റൈറ്റിംഗ്, മറ്റത് പൊതുവെ ആയിട്ടുള്ള രീതിയിലേക്കാണ് നോക്കി കാണേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഖ്തർ മിനൽ ആതിയ മുവാസിഫാത്തു അൽ വസാഇൽ തഅലീമിയ അൽ ജയ്യിദ, നല്ലൊരു ടീച്ചിങ് എയ്ഡിന്റെ ക്വാളിറ്റി. ടീച്ചിങ് എയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ കുട്ടികൾക്ക് ആശയങ്ങൾ കൈമാറാൻ വേണ്ടി, അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പല രൂപത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കും. ബ്ലാക്ക് ബോർഡ് ആവട്ടെ, ഇതേപോലെയുള്ള ഡിജിറ്റൽ ബോർഡുകളാവട്ടെ, ഇങ്ങനെയുള്ള പല ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് എന്ത് ചെയ്യും? കാര്യങ്ങൾ കൈമാറും. അപ്പോൾ അതിനെയാണ് വസായിലു താലിമിയ എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു വസായിലു താലിമിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? മുനാസബ ലിതഹ്ഖീഖിൽ അഹ്ദാഫിൽ മൻഷൂദ, നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഗോൾസുകൾ അത് യാഥാർത്ഥ്യവൽക്കരിക്കാൻ വേണ്ടിയിട്ട് യോജിക്കുന്നതാണ്. അതായത് എന്തൊക്കെ അഹ്ദാഫ് ഒബ്ജക്റ്റീവ് ആണോ ഒരു പാഠത്തിലൂടെ പഠിപ്പിക്കുന്നത്, അത് മുനാസബ ലിതഹ്ഖീഖ്, അത് യാഥാർത്ഥ്യവൽക്കരിക്കാൻ ഈ ഒരു വിഷ്വൽ എയ്ഡ്സ് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ സാധിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കേട്ടറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കയ്യിൽ ഒരു പേപ്പർ വെച്ചിട്ട് ഞാനിങ്ങനെ വായിച്ചു പറയുമ്പോൾ നിങ്ങൾക്കത് നമ്മുടെ ഫോണറ്റിക്സിൽ വ്യത്യാസം വരിക, പ്രൊണൗൺസിയേഷൻ വ്യത്യാസം വരും, അതൊക്കെ വന്നു കഴിഞ്ഞാൽ ആശയങ്ങൾ കൃത്യമായിട്ട് ഗ്രാസ്പ് ചെയ്യാൻ കഴിയില്ല. അതേസമയം ഇങ്ങനെ ഒരു ടീച്ചിങ് എയ്ഡ് വരുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് എന്താണ് ആ ടാർഗറ്റഡ് ഒബ്ജക്റ്റീവ്സ് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ അവർ പോസിറ്റീവ് ടേം ആണല്ലോ അല്ലെ. അടുത്ത സഹ്ലു തനാവുൽ വൽ ഇസ്തിഖ്ദാം, അതുപോലെ തന്നെ ഉപയോഗിക്കാനൊക്കെ വളരെ ഈസിയാണ്, ഉപയോഗിക്കാനും കൈകാര്യം ചെയ്യാനൊക്കെ എളുപ്പമാണ്.
അതൊരു പോസിറ്റീവാണ്. നെക്സ്റ്റ് മുനാസബ ലിത്തൊല്ലാബ് അൽ മുതഫവ്വിഖീന ഫഖത്ത് അല്ലേ. തുല്ലാബുൽ മുതഫവ്വിഖീൻ എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻസ്, അതായത് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യണ നല്ല കാലിബർ ഉള്ള കുട്ടികളെയാണ് തുല്ലാബുൽ മുതഫവ്വിഖീൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഫഖത്ത്, അവർക്ക് മാത്രം യോജിച്ചതായിരിക്കണം. അങ്ങനെ ആകുമ്പോൾ ബാക്കിയുള്ള മുത്തവസ്സിത്തായിട്ടുള്ളതും അതിൻ്റെ താഴെയുള്ള കുട്ടികളൊക്കെ അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരിക്കലും എന്താണ് ഒരു യോജിച്ചിട്ടുള്ള കാര്യമല്ല, നെഗറ്റീവ് ടേം ആണ് അല്ലേ. സോ ആൻസർ ഈസ് ടി, എ ആൻഡ് ബി. ഇത് രണ്ടും ശരിയാണ്, എ ആൻഡ് ബി. ഈ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓടിച്ചെന്ന് പെഡഗോജി ഒരിക്കലും ഒരു ഓപ്ഷൻ വായിച്ചു ഓക്കെ ഇത് ശരിയാണ്, അത് എ ശരി ഇട്ടിട്ട് പോകരുത്. കാരണം പെഡഗോജി എപ്പോഴും പറയുന്നത് എന്താണ്, ക്വസ്റ്റ്യൻസ് ഏറ്റവും ശരിയായിട്ടുള്ള ആൻസർ ചെയ്യണം എന്നുള്ളത് അല്ലേ. ഇത് രണ്ടും ശരിയാണ്, അതിനേക്കാൾ ശരിയായിട്ട് എ ആൻഡ് ബി രണ്ടും ശരിയാണ് എന്ന് പറയുന്നതാണ് ഇവിടെ ഏറ്റവും ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ആ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ ആഡ് ഓൺ ആക്കിയിട്ട് പറയാം. ഈ ഫഖത്ത് എന്നൊക്കെയുള്ള ടേംസ് വരുമ്പോൾ എപ്പോഴും മനസ്സിലാക്കണം, അവർക്ക് മാത്രം അങ്ങനെ കാണുമ്പോൾ അത് നെഗറ്റീവ് ആണ് എന്നുള്ളത് കൂടുതൽ ഒരു 99% സാഹചര്യങ്ങളിലും പെഡഗോജിൻ്റെ ലാംഗ്വേജിൽ ഫഖത്ത് എന്ന് ഉപയോഗിക്കുന്നത് നെഗറ്റീവായിട്ടാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് ആ രീതിയിൽ ശ്രദ്ധിക്കാം. നെക്സ്റ്റ്, സാഹിബ് നളരിയൽ ഖവായിദുൽ ആലമിയ. ഏതാണ് നളരിയൽ ഖവായിദുൽ ആലമിയ എന്ന് പറഞ്ഞ തിയറി? UGT അല്ലെ, യൂണിവേഴ്സൽ ഗ്രാമർ തിയറിനെയാണ് നളരിയൽ ഖവായിദുൽ ആലമിയ എന്ന് പറയുന്നത്. ഇതിന്റെ സ്വഹിബാര വളരെ സിമ്പിളാണ്, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ക്ലാസ്സിലൊരു ടാബിളൊക്കെ വെച്ചിട്ട് കറക്റ്റ് പറഞ്ഞാണ് ഓരോ തിയറിന്റെയും സ്വഹിബ ആരാണ് എന്നുള്ളത്. ഈ രൂപത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരുപാട് ഇയേഴ്സ് ആയിട്ട് നമുക്ക് കാണുന്നതാണ്. ഓക്കെ, ആരാണ്? നോം ചോംസ്കി. നോം ചോംസ്കി ആണ് യൂണിവേഴ്സൽ ഗ്രാമർ തിയറിയുടെ ആള്. പിന്നെ ഈ നളരിയ ഖവായിദുൽ ആലമിയൻ്റെത്. അടുത്തത് വൈഗോട്സ്കൈ. വൈഗോട്സ്കൈ ഏത് നളരിയത്തിൻ്റെ ആണ്? നളരിയ അൽ ബിനായിയ അൽ ഇജ്തിമായിയ, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം അല്ലെ. ജോൺ ഡിവേ പ്രൊജക്റ്റ് മെത്തേഡ് അല്ലെ, ത്വരീഖത്തുൽ മഷ്റൂഇയ്യ എന്ന് പറയുന്ന ഒരു ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ദെൻ പിയാഷെ വരുന്നത് നളരിയ അൽ മഅറഫിയ, കോഗ്നിറ്റീവ് തിയറിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഇഖ്തർ അഷാദ് മിനൽ അത്തിയ. ഷാദിയാനി ഒറ്റപ്പെട്ടത്, ഓഡ് വൺ. താഴെ തന്നതിൽ ഒറ്റപ്പെട്ടത് ഏതാണ് എന്നുള്ളത്. ഇത് എവിടെ നിന്ന് വന്ന ക്വസ്റ്റ്യൻസാ? ഇത് അൽ വസായിലു താലിമിയ, ടീച്ചിങ് എയ്ഡ്സുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഏതൊക്കെയാണ്? അൽ അഫ്ലാമുൽ മുതഹരിക, ചലച്ചിത്രങ്ങള്, അൽ ഖറായിത്ത്, മാപ്പുകള്, അർ റുസൂമുൽ ബയാനിയ, നമ്മുടെ ഡയഗ്രാം ഒക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് പറയുന്നത്, അർ റുസൂമുൽ ബയാനിയ ഇതിനാണ് പറയുന്നത്. അടുത്തത് അസബൂറ, ബ്ലാക്ക് ബോർഡ്. ഇതിലേതാണ്? അല്ല, അഫ്ലാമുൽ മുതഹരിക്കയാണ്. എന്താ ഇവിടെ വ്യത്യാസം? അഫ്ലാമുൽ മുതഹരിക്ക ചലച്ചിത്രങ്ങളിൽ നമുക്ക് കാണാനും സാധിക്കും കേൾക്കാനും സാധിക്കും, അത് വസായിലു സമഇയ്യ അൽ ബസ്വരിയ, ഓഡിയോ വിഷ്വൽ എയ്ഡ് ആണ്. അതേസമയം ഈ മൂന്നെണ്ണത്തിൽ നമുക്ക് കാണാനേ സാധിക്കുള്ളൂ, കേൾക്കാനോ ഒന്നിനും സാധിക്കില്ല. അപ്പൊ ഇതെല്ലാം തന്നെ എന്താണ്? വസായിലു ബസ്വരിയ, വിഷ്വൽ എയ്ഡ്സ് ആണ് ഇവ വരുന്നത്. നെക്സ്റ്റ്, ഡാഷ് മസലുൻ ലി തഖ്തീത് ഖരീബുൽ മുദ്ദ, യാനി തഖ്തീത് യാനി പ്ലാനിങ്. ഖരീബുൽ മുദ്ദ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം പ്ലാനിങ് അല്ലെ. ഷോർട്ട് ടേം പ്ലാനിങ്ങിന് എക്സാമ്പിൾ ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചത്. ഇത് വളരെ കുറഞ്ഞ സമയത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനാണ് ഷോർട്ട് ടേം പ്ലാനിങ് എന്ന് പറയുന്നത്. ഖുത്തത്തുൽ വഹദ, യൂണിറ്റ് പ്ലാൻ, അൽ ഖുത്തത്തുൽ യൗമിയ, ഡെയിലി പ്ലാൻ, അൽ ഇജ്റാഅത്തുൽ മുസഅറ എന്ന് പറഞ്ഞാൽ ചെറുതായ രൂപത്തിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത്താലീം അൽ മുസഅർ എന്ന് പറഞ്ഞാൽ മൈക്രോ ടീച്ചിങ് എന്നുള്ളതാണ്. ഇതിലേതാ വരുന്നത്? ഇതിൽ നമ്മൾ ഇത് രണ്ടും ഈ നമ്മുടെ പ്ലാനിങ്ങുമായിട്ട് ഡയറക്റ്റ്ലി ബന്ധമുള്ള ഒന്നല്ല. ഇവ രണ്ടാണ് പ്ലാനിങ്ങുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലൊക്കെ കണ്ടില്ല സ്റ്റാർട്ടിൽ ഹുത്ത അല്ലെ, തഖ്തീത് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടേം ഉണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മളോട് ഷോർട്ട് ടേം പ്ലാൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ ഇതിൽ ഏറ്റവും ചെറിയത് ഏതാണ്? ഡെയിലി പ്ലാൻ ആണോ യൂണിറ്റ് പ്ലാൻ ആണോ ഏറ്റവും ചെറിയത്? നമുക്കറിയാം ഡെയിലി ആയിട്ടുള്ളതാണ്. യൂണിറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചധികം വലുതാണ് അല്ലേ. അപ്പൊ ഖുത്തത്തുൽ യൗമിയാണ് ഇവിടെ ഷോർട്ട് ടേം പ്ലാന്. ഖുത്തത്തുൽ വഹദൊക്കെ ഏകദേശം യൂണിറ്റ് പ്ലാൻ ഒക്കെ തഖ്തീത് അൽ മുതവസ്സിത്തുൽ മുദ എന്ന് പറയുന്ന മിഡിൽ ടേം, ഓക്കെ, മുതവസ്സിത്തുൽ മുദ മിഡിൽ ടേം പ്ലാനിങ്ങിൽ വരുന്നതാണ്. അതേസമയം ഖുത്തത്തു സനവിയ എന്നൊക്കെ പറയുന്നത് തഖ്തീത് ത്വവീലുൽ മുദ എന്ന് പറയുന്നതിൽ വരും. ലോങ് ടേം പ്ലാനിലാണ് ഇയർ പ്ലാനിങ് ഒക്കെ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്,
اختر من الآتية وسيلة لا تناسب مع الوسائط المتعددة. ماذا يعني بوسائط المتعددة? മൾട്ടിമീഡിയക്കാണ് വസായിത്തുൽ മുതഅദ്ദിദ എന്ന് പറയുന്നത്. എന്ത് ഈ മൾട്ടിമീഡിയ എന്ന് പറഞ്ഞാൽ വിഷ്വലായിട്ടും പിന്നെ ഓഡിയോ ആയിട്ടും എല്ലാ അനുഭവങ്ങളെയും 2-3 അനുഭവങ്ങളെ ഒരുമിച്ച് വരുന്ന ഒരു പ്രതലത്തിനെയാണ് വസായിത്തുൽ മുതഅദ്ദിദ എന്ന് പറയുന്നത്. അപ്പം അതിൽ വരാത്ത ടീച്ചിങ് ഈ എയ്ഡ് ഏതാണെന്നുള്ളതാണ് ചോദിച്ചത്. ലൈഹാത്ത് എന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റർ അല്ലെങ്കിൽ പ്ലക്കാർഡ് അങ്ങനെയുള്ള സംഗതികൾ ഉണ്ടാവുമല്ലോ, നമ്മൾ ഈ ഇങ്ങനെ ചുമരിൽ ഇങ്ങനെ എഴുതിയിട്ട് വെക്കുന്ന, അതിന് പറയും ലൈഹത്ത് എന്നുള്ളത്. ദെൻ കാർഡ്സ് പോലെയുള്ളതിനൊക്കെ ലൈഹത്ത് എന്ന് പറയും. ദെൻ സബൂറ ദക്കിയ എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ബോർഡ്. ഇതേ രീതിയിൽ നമുക്കിങ്ങനെ ഏത് രൂപത്തിലും ചെയ്യാം, അപ്പം തന്നെ മായ്ച്ചു കളയാം. ഇങ്ങനെയുള്ളതാണ് സബൂറ ദക്കിയ. ദെൻ അൽ കമ്പ്യൂട്ടർ. ദെൻ അൽ വീഡിയോ. അപ്പൊ ഇഖ്തർ മിനൽ ആതിയ വസീല ലാ തുനാസബ് മാൽ വസൈത്. മൾട്ടിമീഡിയയിൽ വരാത്തത് ഏതാണ്? സിമ്പിൾ ആണല്ലേ, ബോർഡ്സ്. അത് വിഷ്വൽ എയ്ഡ്സ് ആണ്. ബാക്കി 3 ഓഡിയോ വിഷ്വലിൽ വരുന്നതാണ്. വസായിത്തുൽ മുതഅദ്ദിദയാണ്, കേൾക്കാം, കാണാം, എല്ലാം ചെയ്യാം. നെക്സ്റ്റ് തഖ്ദീർ മുക്തസബാത്തു ത്വാലിബ് ബഅദ തദ്രീസ് മഖ്തഅ നസ്ൻ. ഒരു പാഠം, മഖ്തഅ നസ്ൻ എന്ന് പറഞ്ഞാൽ ഒരു പാഠം അല്ലെങ്കിൽ ഒരു പാഠത്തിന്റെ ഒരു ഭാഗം, അത് പഠിപ്പിച്ചതിന് ശേഷം ആ കുട്ടിയുടെ അടുത്ത് തഖ്ദീർ മുക്തസബാത്തു ത്വാലിബ്, കുട്ടി സമ്പാദിച്ചത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അസസ് ചെയ്യുന്നതിന്, ഇവാലുവേറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരെന്താണ്? ഒരുപാട് തവണ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇനിയും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അത്തഖ്ദീർ ലി അജലി ദിറാസ, അത്തഖ്ദീർ ഹുവ ദിറാസ, തഖ്ദീറു ദിറാസ, അത്തഖ്ദീർ അൽ മുസ്തമിർ. ഏത് ആൻസർ വരുന്നത്? തഖ്ദീറു ദിറാസ, അതായത് അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഞാൻ ഇത് കണ്ടിന്യൂസ് അസസ്മെന്റ് എന്നുള്ളതാണ്. ഇത് ഈ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടല്ല. ഈ ഒരു ഭാഗം ഒരു ഗ്രൂപ്പാണ്. അസസ്മെന്റ് വ്യത്യസ്ത രീതിയിലുണ്ട്. ഇതിന് പറയുന്ന പേരാണ് അസസ്മെന്റ് ഓഫ് ലേണിംഗ്. ഓക്കെ, അസസ്മെന്റ് ഓഫ് ലേണിംഗ്. ഓക്കെ, ഇതാണ് അസസ്മെന്റ് ആസ് ലേണിംഗ്. നിങ്ങൾ ഈ ഇടയിൽ വരുന്ന ഈ ഒരു ടേംസ് ശ്രദ്ധിച്ചാൽ മതി, ബാക്കി എല്ലാം കറക്റ്റ് ആണ്. അത്തഖ്ദീർ ലി അജലി ദിറാസ എന്ന് പറഞ്ഞാൽ അസസ്മെന്റ് ഫോർ ലേണിംഗ്. ഓക്കെ, നമ്മൾ ഈ ഒരു ടേമിലേക്കാണ് നമ്മുടെ ശ്രദ്ധ വരേണ്ടത്. അതുപോലെ തന്നെ ഇവിടെയും ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മുടെ ശ്രദ്ധ വരേണ്ടത്. ഓക്കെ, അല്ലാതെ 3 തഖ്ദീറും ഉണ്ട്, ദിറാസയും ഉണ്ട്. ഈ സെൻട്രൽ വരുന്ന ആ ഒരു ടേമിനനുസരിച്ചിട്ടാണ് ഇതിന്റെ ആശയങ്ങൾ മാറുന്നത്. ഓക്കെ, അതായത് തഖ്ദീർ അദ്ദിറാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചത് എന്ത് ചെയ്യുക, അസസ് ചെയ്യുക. അതായത് ഒരു ടീച്ചർ ഒരു ക്ലാസ് എടുത്തു, എന്നിട്ട് ആ ക്ലാസ് എടുത്തതിന് ശേഷം കുട്ടിക്ക് എന്തൊക്കെ മനസ്സിലായി എന്നുള്ളത് അസസ് ചെയ്യുന്നതിനെയാണ് തഖ്ദീറു ദിറാസ എന്ന് പറയുന്നത്. അതാണ് അസസ്മെന്റ് ഓഫ് ലേണിംഗ് അസസ് ചെയ്യുക. അടുത്തത് തഖ്ദീർ ഹുവ ദിറാസ, അതായത് അസസ്മെന്റ് ആസ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുട്ടി സ്വന്തമായിട്ട് നിങ്ങളിപ്പോൾ ഒരു പാഠം പഠിച്ചു, ആ പാഠം പഠിച്ചതിന് ശേഷം അതിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് നിങ്ങൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ, ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക. 30 ക്വസ്റ്റ്യനും നിങ്ങളിങ്ങനെ ജസ്റ്റ് ആൻസർ ചെയ്ത് നോക്കുക, എന്നിട്ട് എത്ര കിട്ടി എന്നുള്ളത് നോക്കുക. അതെന്താണ്? അസസ്മെന്റ് ആസ് ലേണിംഗ്. ആ അസസ്മെന്റ് തന്നെയാണ് പഠനം, അല്ലെ? തഖ്ദീർ ഹുവ ദിറാസ, തഖ്ദീർ തന്നെയാണ് പഠനം. കാരണം നിങ്ങൾ അതിലൂടെ എനിക്ക് എന്തൊക്കെ തെറ്റി, ഞാൻ ഏത് ലെവലിൽ നിൽക്കുന്നു, അതൊരു പഠനമാണ്, അത് വലിയ പഠനമാണ്. നമ്മൾ എത്ര ശക്തിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളത് മനസ്സിലാക്കി തരുന്നത്. അടുത്തത് തഖ്ദീർ ലി അജലി ദിറാസ, അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അസസ്മെന്റ്. അതായത് ഇപ്പോൾ ഫോർമേറ്റീവ് ഇവാലുവേഷനൊക്കെ ഇതിൽ വരുന്നതാണ്. അതായത് നമ്മൾ ക്ലാസ്സിൽ കുട്ടികളോട് പെട്ടെന്ന് ഒരു ക്ലാസ് ടെസ്റ്റ് നടത്തുക. അപ്പോൾ ആ കുട്ടിക്ക് എന്താണ്, ഒരു കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു കൊടുത്തു. ആ കോൺസെപ്റ്റ് പറഞ്ഞു കൊടുത്തതിന് ശേഷം അത് അവന് ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ക്ലാസ് ടെസ്റ്റ് നടത്തി കൊടുക്കുക. അപ്പോൾ അവർക്ക് എന്തൊക്കെ മനസ്സിലായി, എന്തൊക്കെ മനസ്സിലായിട്ടില്ല എന്നുള്ളത് കിട്ടും. അതിനനുസരിച്ചിട്ട് വീണ്ടും ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് അവർക്ക് കൂടുതൽ ക്ലാസ്സുകളോ കാര്യങ്ങൾ ക്ലിയർ ആക്കി കൊടുക്കാൻ വേണ്ടി, കുട്ടികൾക്ക് എന്തൊക്കെ മനസ്സിലായി എന്നൊക്കെ ഉള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അസസ്മെന്റ് ഫോർ ലേണിംഗ് നടത്തുന്നത്.
ഓക്കെ, അപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവുന്ന മനസ്സിലാകുന്നു. തഖ്ദീറു ദിറാസ പഠിച്ചത് ഇവാലുവേറ്റ് ചെയ്യാണ്, എത്ര കിട്ടി എന്നുള്ളത് ടീച്ചർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. തഖ്ദീർ ഹുവ ദിറാസ എന്ന് പറഞ്ഞാൽ ആ കുട്ടി തന്നെ സ്വയം ഇവാലുവേറ്റ് നടത്താണ്. തഖ്ദീർ ലി അജ്വലി ദിറാസ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു അസസ്മെന്റ്, നമ്മുടെ ക്ലാസ് ടെസ്റ്റ് പോലെയുള്ള ഫോർമേറ്റീവ് ഇവാലുവേഷനുകളൊക്കെ തന്നെ അതിൽ വിടുന്നതാണ്. ഇതിന്റെ ഇംഗ്ലീഷ് പേരുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില സമയങ്ങളിൽ ട്രാൻസ്ലേഷന് ചോദിക്കുന്ന ഒന്നാണ്. മാറിപ്പോരുത്, ഈ ഒരൊറ്റ ബോക്സ് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോകും. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഖ്തർ മിനൽ ആതിയാത്ത് തസ്രീഹൻ ലാ യുവാഫിഖ് ബിത്തഖ്ദീർ. അസസ്മെന്റുമായിട്ട് യോജിക്കാത്ത തസ്രീഹ് ഏതാണ്, പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് നോക്കേണ്ടത്. ഈ അസസ്മെന്റ് എന്ന് പറയുന്നത് അമലിയ മുൻഫരിദ അനിദ്ദിറാസ, പഠനത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. പഠനവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പ്രോസസ്സാണ് തഖ്ദീർ, അസസ്മെന്റ് എന്ന് പറയുന്നത്. ശരിയാണോ? അല്ലല്ലോ അല്ലെ, തെറ്റാണ്. കാരണം എന്താണ്, പഠനവുമായിട്ട് കുട്ടി എന്തൊക്കെ പഠിച്ചു, കുട്ടിക്ക് എന്തൊക്കെ കിട്ടി, ഇതിങ്ങനെ ഇതാക്കാൻ വേണ്ടി, കുട്ടിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി, ടീച്ചേഴ്സിന് നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഇതിനെയാണ് തഖ്ദീർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ദിറാസത്തുമായിട്ട് അത്രയധികം കണക്റ്റഡ് ആണ് തഖ്ദീർ എന്ന് പറയുന്നത്. അടുത്തത് തഖ്ദീർ നഷാത്തുൻ മുസ്തമിറുൻ വ ഇജ്റാഉൻ മുതതാബിഅ അല്ലെ. അതായത് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആണ്. അതുപോലെ തന്നെ വളരെ ഫോളോ അപ്പ് ഉള്ള, അതായത് തുടർച്ചയായിട്ട് നടത്തുന്ന ഒരു ആക്ടിവിറ്റി ആണ് എന്നുള്ളതാണ് അസസ്മെന്റ്. അത് ശരിയല്ലേ? കാരണം എന്താണ് CCE എന്താ പറയുന്നത്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, തുടർ മൂല്യനിർണ്ണയം അല്ലെ. അതായത് തുടർച്ചയായിട്ട് കുട്ടികളെ എന്ത് ചെയ്യുക, അസസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോഴാണ് കുട്ടികൾക്ക് കൂടുതൽ കാര്യങ്ങൾ ക്ലിയർ ആവുന്നത്. അവർക്ക് എന്തൊക്കെ അറിയാം, എന്തൊക്കെ അറിയില്ല, അതൊക്കെ നമുക്ക് ക്ലിയർ ആവുന്നത് തുടർച്ചയായിട്ട് മൂല്യനിർണ്ണയം നടത്തുന്ന സമയത്താണ്. അത് ശരിയാണ്. നെക്സ്റ്റ്, തഖ്ദീർ അമലിയ ഫിക്രിയ വഅഖലിയ. എന്താണ് അസസ്മെന്റ് എന്ന് പറയുന്നത്? ഫിക്രിയായിട്ട് ചിന്തിക്കുന്ന ഒരു പ്രോസസ്സാണ്. വഖലിയ നമ്മുടെ, അതായത് ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോസസ്സാണ്. തീർച്ചയായിട്ടും ആണ് അല്ലെ. കുട്ടിക്ക് എന്തൊക്കെ മനസ്സിലായി എന്നുള്ളത്, അവന്റെ മെമ്മറിയിൽ എന്തൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് അളക്കുന്ന ഒന്ന് തന്നെയാണ് തഖ്ദീർ എന്ന് പറയുന്നത്. അടുത്തത് തഖ്ദീർ യഖ്തളി അത്തജ്ദീദ് വൽ ഇബ്തികാർ. അതുപോലെ തന്നെ അസസ്മെന്റിന് തജ്ദീദ് വരണം, അതുപോലെ തന്നെ പുതുമ വരണം, അതുപോലെ തന്നെ ഇബ്തികാർ, അതിങ്ങനെ പുതിയ പുതിയ രീതികളിൽ അസസ് ചെയ്യണം. കുട്ടികളെ പല രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പുതുമയാർന്ന രീതികളിൽ അസസ് ചെയ്യുക എന്നുള്ളതും ഇതുമായി യോജിക്കുന്ന ഒന്നാണ്. സോ ഇതുമായിട്ട് യോജിക്കാത്ത പ്രസ്താവന തഖ്ദീർ അമലിയ മുൻഫരിദ അനിദ്ദിറാസ എന്ന് പറയുന്നതാണ്. നെക്സ്റ്റ്, നളരിയ ലാ തുനാസബ് മാ ഫൽസഫത്തുൽ ലുഗത്തുൽ കുല്ലിയ, യാനി ഹോൾ ലാംഗ്വേജ് ഫിലോസഫി അല്ലെ. ഹോൾ ലാംഗ്വേജ് ഫിലോസഫിയുമായിട്ട് യോജിക്കാത്തത് ഏത് നളരിയത്താണ്, ഏതാണ്? നമ്മൾ ഓപ്ഷൻസ് വായിക്കേണ്ട ആവശ്യം തന്നെയല്ല, നമുക്കറിയാം. നളരിയ സുലൂക്കിയയുമായിട്ട് അല്ലെ, ബിഹേവിയറിസം എന്ന് പറയുന്നത് ഈ ഒരു ടീച്ചിങ്ങിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഏറ്റവും പഴയ ഒരു ഫിലോസഫിയാണ്. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലെ, ലേണിംഗ് തിയറീസിലെ ഏറ്റവും അക്കദമായിട്ടുള്ള തിയറിയാണ് നളരിയ സുലൂക്കിയ. നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാകും സൈക്കോളജിയിലൊക്കെ. അതായത് ഒരു നായയെ ബെല്ലടിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നളരിയ സുലൂക്കിയയിൽ വരുന്നത്. അതായത് മൃഗങ്ങളിൽ വെച്ച് പരീക്ഷിച്ച, അതായത് തഖ്ലീദ് വത്തക്റാർ, അനുകരണവും ആവർത്തനവും ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എന്താണ് ഓട്ടോമാറ്റിക്കലി പഠിച്ചു കഴിയും എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. മൃഗങ്ങളിൽ പരീക്ഷിച്ചിട്ടുള്ളത് മനുഷ്യനിൽ ആ രീതിയിലാണെന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇതിനെ ഒരുപാട് ഓപ്പോസ് ചെയ്തിട്ടുണ്ട്. മൃഗങ്ങളും മനുഷ്യനെന്ന് പറയുന്ന ഒരുപാട് വ്യത്യാസമുള്ള രണ്ട് ജീവജാലങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഏതൊരു തിയറി, ലേണിംഗ് തിയറി നമ്മൾ പഠിക്കുന്ന, ഇതിൻ്റെ ഒരു ടിപ്പായിട്ട് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ടതാണ്, നമ്മൾ പഠിക്കുന്ന ഏതൊരു തിയറിയുമായിട്ട് യോജിക്കാത്ത തിയറിയാണ് നളരിയ സുലൂക്കിയ. നളരിയ സുലൂക്കിയനെ എല്ലാ ലേണിംഗ് തിയറീസും ഓപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാ ലേണിംഗ് തിയറീസും കുട്ടി സ്വന്തമായിട്ട് കാര്യങ്ങൾ കൺസ്ട്രക്ട് ചെയ്ത് പഠിക്കട്ടെ എന്നുള്ള ആ ഒരു ലെവലിൽ കുട്ടിയെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ആ തിയറീസ് ഒക്കെ ഡെവലപ്പ് ചെയ്തത്. മറ്റത് എന്താണ്, നമ്മുടെ പഴയ കാലത്തെ രീതിയിൽ മനപ്പാഠം പഠിപ്പിക്കുക, അത് പോയിട്ട് എക്സാം പേപ്പറിൽ എഴുതാ രീതിയിലേക്കാണ് നളരിയ സുലൂക്കിയന്റെ കാര്യങ്ങൾ വരുന്നത് അല്ലേ. സോ ആൻസർ ഈസ് നളരിയ സുലൂക്കിയ. അത് ഫൽസഫത്തുൽ ലുഗത്തുൽ കുല്ലിയയുമായിട്ട് യോജിക്കുന്നില്ല. ബാക്കി ഈ 3 തിയറീസുമായിട്ടും അത് യോജിക്കുന്നില്ല. ഒരു തിയറിയുമായിട്ട് നളരിയ സുലൂക്കിയ യോജിക്കുന്നില്ല. നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. നെക്സ്റ്റ്, അത്തഹദ്ദുസ് മഹാറ ലുഗവിയ.
യുഅറഫ് ബി. അതായത് തഹദ്ദുസ്, നമ്മുടെ സ്പീക്കിംഗ് എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് സ്കില്ലാണ്. അതിനെ പറയുന്ന പേരെന്താണ്? മഹാറത്തുൽ ഇസ്തിഖ്ബാൽ, മഹാറത്തുൽ ഇൻതാജിയ, മഹാറത്തുൽ സൽബിയ, ജമീഉൽ ഇജാബാത്ത് സഹയം. ഇതിലിപ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് ഭാഗത്തേക്കാണ് നോക്കുന്നത്. അതായത് നമ്മുടെ മഹാറത്തുൽ ലഗ്വിയ ഏതൊക്കെയാണ്? 4 സ്കിൽസ് ആണ് അല്ലെ. LSRW, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗിനെയാണ് മഹാറത്തുൽ ലഗ്വിയ എന്ന് പറയുന്ന ലാംഗ്വേജിന്റെ സ്കില്ലുകളായിട്ട് പരിഗണിക്കുന്നത്. ഇതിനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. മഹാറത്തുൽ ഇസ്തിഖ്ബാലിയ, ഇസ്തിഖ്ബാൽ എന്ന് പറഞ്ഞാൽ റിസീവ് ചെയ്യുക അല്ലെ, അതായത് റിസെപ്റ്റീവ് സ്കിൽസ് എന്നും, മഹാറത്തുൽ ഇൻതാജിയ, അതായത് ഇൻതാജ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഡക്ഷൻ അല്ലെ, പ്രൊഡക്റ്റീവ് സ്കില്ല് എന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. അതായത് നമ്മൾ ഉള്ളിലേക്ക്, ഇപ്പോൾ ലിസണിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഞാൻ പറയുന്ന വോയിസ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ റിസീവ് ചെയ്യാണ്. അപ്പൊ ലിസണിങ് എന്ന് പറയുന്നത് ഒരു മഹാറത്തുൽ ഇസ്തിഖ്ബാലിൽ വരുന്നതാണ്. അതൊരു റിസെപ്റ്റീവ് സ്കില്ലാണ്. അതേസമയം പിന്നെ സ്പീക്കിംഗ് എന്ന് പറയുന്നത്, ഇവിടെ ഇപ്പം ഞാൻ എൻ്റെ ഉള്ളിലുള്ളത് ഇങ്ങോട്ടേക്ക് സ്പീക്ക് ചെയ്യാണ്, ഞാൻ പുറത്തേക്ക് എന്ത് ചെയ്യാണ്? പ്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പം സ്പീക്കിംഗ് എന്ന് പറയുന്നത് മഹാറത്തുൽ ഇൻതാജിയയിൽ വരുന്നതാണ്. അതുപോലെ റീഡിംഗ് എന്ന് പറയുന്നത്, ഇപ്പൊ ഇതിലെ ആശയങ്ങൾ നിങ്ങൾ റീഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് ആക്കാണ്. അതിനെ എന്താണ്? നിങ്ങൾ റിസീവ് ആക്കാണ്. അത് മഹാറത്തുൽ ഇസ്തിഖ്ബാലിൽ വരും, റിസെപ്റ്റീവ് സ്കില്ലാണ്. അതേസമയം റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങൾ പുറത്തേക്ക് എഴുതാണ്. അത് മഹാറത്തുൽ ഇൻതാജിയയിലാണ് വരുന്നത്. ഓക്കെ, ഈ ഒരു കറക്റ്റ് ഓർഡർ അല്ല, കൃത്യമായി മനസ്സിലാക്കണം. ലിസണിങ്ങും റീഡിങ്ങും മഹാറത്തുൽ ഇസ്തിഖ്ബാലിലും, സ്പീക്കിങ്ങും റൈറ്റിങ്ങും മഹാറത്തുൽ ഇൻതാജിയയിലും വരുന്നതാണ്. ആ ഒരു പേരിൽ നിന്ന് തന്നെ അത് ക്ലിയർ ആണല്ലോ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ തഹദ്ദുസ് മഹാറ ലഗ്വിയ യുഅറഫ് ബി. ഇതിൽ സ്പീക്കിംഗ് ഏതിലാ വരുന്നത്? സ്പീക്കിംഗ് വരുന്നത് മഹാറത്തുൽ തഹദ്ദുസ്, സ്പീക്കിംഗ് വരുന്നത് മഹാറത്തുൽ ഇൻതാജിയയിലാണ് സ്പീക്കിംഗ് വരുന്നത്. അപ്പൊ ഇതിലെ ബാക്കി 3 സ്കില്ലുകളും ഏതിന്റെ അണ്ടറിലാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻസ് ഇങ്ങനെ മാറി വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ്, ലൈസ മിൻ ഫവാഇദി തഖ്തീത്തു തദ്രീസ്, അതായത് ടീച്ചിങ്ങിനെ പ്ലാൻ ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളിൽ ലൈസ പെടാത്തത്, ടീച്ചിങ് പ്ലാൻ ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളിൽ പെടാത്തത് എന്ത്? തൻമിയ ഖിബ്റാത്തുൽ മുഅല്ലിം അത്താലിമിയ, ടീച്ചർക്ക് പഠിപ്പിക്കാനുള്ള എക്സ്പീരിയൻസ് വളരുന്നു. തൻലീം ഖുതുവാത്തു തദ്രീസ്, ടീച്ചിങ്ങിന്റെ പ്ലാനിങ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. തജ്ദീദ് അൽ കുതുബു ദിറാസിയ, ടെക്സ്റ്റ് ബുക്കിനെ പുതുക്കാൻ പറ്റും. റസ്മുൽ ഇജ്റാഅത്തുൽ മുഫല്ലല ലിതൻഫീദി ദർസ്, ആ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി വളരെ ശ്രേഷ്ഠമായിട്ടുള്ള പ്രോഗ്രാംസ് എന്തൊക്കെയാന്നുള്ളത് നമുക്ക് ചിത്രീകരിക്കാൻ സാധിക്കും. സിമ്പിൾ ആണല്ലോ അല്ലെ. തജ്ദീദ് അൽ കുതുബു ദിറാസിയ ആണ് ആൻസർ. അതായത് ഇപ്പൊ നമ്മളൊരു ടീച്ചിങ് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ എക്സ്പീരിയൻസിനൊക്കെ അനുസരിച്ചിട്ടുള്ള ടീച്ചിങ് എയ്ഡ്സുകൾ, കാര്യങ്ങൾ ഒക്കെ അതിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലേക്ക്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുമ്പേ ഒരു ഇപ്പൊ ക്ലാസ്സിൽ കുട്ടികൾക്ക് ഒരു ഡെമോ കാണിച്ചിട്ട് ചെയ്യണം എന്നാണെങ്കിൽ ആ ഡെമോ എങ്ങനെ ഉണ്ടാക്കണം, ആ ഡെമോ എങ്ങനെ അവതരിപ്പിക്കണം, ഇതൊക്കെ നമുക്ക് പിന്നെ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചത് കൊണ്ട് നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ എക്സ്പീരിയൻസ് വളർത്തിയിട്ട് കുട്ടികളുടെ മുമ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ ടീച്ചിങ് വളരെ എന്താണ്, നമ്മൾ പ്ലാൻഡ് അല്ലാതെ നേരെ അങ്ങോട്ട് ടീച്ച് ചെയ്യുമ്പോൾ എന്താണ് പ്രശ്നം? നമ്മൾ ചിലപ്പോൾ വളരെ സ്ലോയിൽ പോകും, ചിലപ്പോൾ സ്പീഡിൽ പോകും. എന്നിട്ട് എക്സാം ആകുന്ന സമയത്ത് ഒരുപാട് പോർഷൻസ് ചിലപ്പോൾ എടുക്കാൻ വേണ്ടി ബാക്കിയാവും, ചിലപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവാത്ത രീതിയിലാവും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ പ്ലാൻ ചെയ്താൽ ടീച്ചിങ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ പ്ലാൻ ചെയ്താൽ കുട്ടികൾക്ക് ഏറ്റവും യോജിച്ച ആപ്റ്റ് ആയിട്ടുള്ള രീതിയിലൊക്കെ നന്നായിട്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ, അവരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പല ആക്ടിവിറ്റീസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ക്ലാസ് കൊടുക്കാൻ പറ്റും. നേരെ അവിടെ എത്തിയിട്ട് ബുക്ക് അങ്ങോട്ട് നിവർത്തി നോക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഐഡിയാസ് വരൂല, ഒന്നും എന്താണ് നമ്മൾ വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റില്ല. ഇതേ സമയം തജ്ദീദ് കുതുബു ദിറാസിയ, അതായത് ടെക്സ്റ്റ് ബുക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്ക് പുതുക്കുക എന്നുള്ള ഇതുമായിട്ട് ബന്ധപ്പെടാത്ത എന്തുകൊണ്ടാണ്? ഇപ്പൊ നമ്മൾ പെഡഗോജിന്റെ ക്ലാസ് പല രീതിയിൽ നിങ്ങൾക്ക് തരാം, അതൊക്കെ എനിക്ക് എന്ത് ചെയ്യാം, പല രീതിയിലേക്ക് ആലോചിച്ചിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളെ സിലബസ് പുതുക്കുക എന്നുള്ളത് അതെനിക്ക് ചെയ്യാൻ പറ്റുന്നതല്ല, അത് ഒഫീഷ്യലായിട്ട് അത് ചെയ്യുന്ന ആളുകളാണ് എന്ത് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. ബാക്കിയൊക്കെ ഒരു ടീച്ചർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ്, യുംകിൻ ഇഖ്തിലാഖ് അൽ ബിഅത്തുൽ അറബിയ ഫി സുഫുഫ്, ക്ലാസ്സിൽ ഒരു അറബിക് എൻവയോൺമെന്റ് സൃഷ്ടിക്കാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ക്ലാസ്സിൽ ഒരു അറബിക് എൻവയോൺമെന്റ്, കുട്ടികൾ അറബി സംസാരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? യാത്താൽ ഫുർസലിൽ ഇസ്തിമാ വ തഹദ്ദുസ്, കേൾക്കാനും സംസാരിക്കാനുമുള്ള
അവസരങ്ങൾ നൽകുക അല്ലെ. നന്നായി കേട്ടാലേ നന്നായി സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ കുട്ടികൾക്ക് അറബി കേൾക്കാനുള്ള അവസരം കൊടുക്കുക, നമ്മൾ അറബിയിൽ സംസാരിക്കുക, അവർക്ക് സംസാരിക്കാനുള്ളത് കൊടുക്കുക. അപ്പൊ അവരുടെ ഒരു മഹാറത്തു തഹദ്ദുസ് അവിടെ എന്ത് ചെയ്യും, ഗ്രോ ചെയ്യും. അടുത്ത എഴുത്താൽ ഫുർസിൽ ഇത്തഫാഉൽ മാൽ ആഖരീൻ, അതുപോലെ മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ, അവർക്ക് അറബിയിൽ അവരുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരം കൊടുത്തു കഴിഞ്ഞാലും നല്ലൊരു അറബിക് എൻവയോൺമെന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇസ്തിഖ്ദാമു ടെക്നോളജിയ അൽ ഹദീസ, മോഡേൺ ടെക്നോളജികൾ യൂസ് ചെയ്തിട്ട് ക്ലാസ്സിൽ നല്ല അറബി സംസാരിക്കുന്ന വീഡിയോസ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള ടെക്നോളജീസ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഒരു അറബിക് എൻവയോൺമെന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാം ശരിയാണ്. സോ ജമിഉൽ ഇജാബാത്ത് സ്വഹീഹ് എന്നുള്ളതാണ് ശരി വരുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞു എല്ലാ ഓപ്ഷൻസും വായിക്കാനുള്ള സാവകാശം നോക്കണം. ആദ്യത്തെ വായിക്കുമ്പോൾ ഓക്കെ ഇത് ശരി എന്ന് പറഞ്ഞിട്ട് ആൻസർ ഇട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകരുത്. മുഴുവൻ ഏറ്റവും ശരിയായിട്ടുള്ള ആൻസർ ആണ് എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത്. നെക്സ്റ്റ്, ഇഖ്തർ മിനൽ അത്തിയ മാല യഷ്തമിൽ ഫി വളാഇഫിൽ ലുഗ, ലാംഗ്വേജിന്റെ ഫങ്ഷൻസുമായിട്ട് യോജിക്കാത്തത് ഏതാണ് എന്നുള്ള, അതിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഏതൊക്കെയാണ് ലാംഗ്വേജിന്റെ ഫങ്ഷന്? വളായിഫുൽ ലുഗ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. മെയിനായിട്ട് 4 എണ്ണാണ് വളായിഫുൽ ലുഗയിൽ വരുന്നത്. ഏതൊക്കെയാണ് വരുന്നത്? ഒന്ന് അത്താബീർ അല്ലെ. ലാംഗ്വേജ് എന്തിനാണ്? നമുക്ക് എക്സ്പ്രസ് ചെയ്യാനാണ്. ഇപ്പൊ എൻ്റെ ഉള്ളിലുള്ള ആശയങ്ങൾ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ് എന്ത്, ഭാഷ എന്ന് പറയുന്നത്. താബീറിനുള്ളതാണ്. അതുപോലെ തന്നെ അത്താലും ലേണിങ്ങിനുള്ളതാണ്. വളായിഫുൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 4 നിങ്ങൾ എഴുതിയെടുക്കണം. താലും ലേണിംഗ്, ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമുക്ക് അറബികളുടെ കൾച്ചർ, അവരുടെ സാഹിത്യങ്ങൾ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ അറബി ഭാഷ പഠിക്കണം. ഇംഗ്ലീഷുകാരുടേത് പഠിക്കണമെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കണം, ഹിന്ദി ആണെങ്കിൽ ഹിന്ദി. അങ്ങനെ ലേണിങ്ങിനും എന്ത് വേണം? ഭാഷ വേണം. ദെൻ മൂന്നാമത്തെ എന്താണ്? അത്തവാസുൽ അല്ലെ. തവാസുൽ യാനി നമുക്ക് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലും ഭാഷ വേണം. ഭാഷയുടെ മറ്റൊരു ഫംഗ്ഷൻ അതാണ്. മറ്റൊന്നെന്താണ്? അത്തഫ്കീർ, നമ്മൾ ചിന്തിക്കണമെങ്കിലും ഭാഷ വേണം അല്ലെ. നമുക്ക് ചിന്തിക്കണമെങ്കിലും ഭാഷ ആവശ്യമാണ്. തഫ്കീർ നമ്മൾ അപ്പോൾ ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പം ഞാനിങ്ങനെ കരുതും ഈ ക്ലാസ് കഴിഞ്ഞതിൻ്റെ ശേഷം എന്ത് ചെയ്യണം, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഈ ക്ലാസ് എടുക്കാൻ വരുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇത് ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നതും ഒരു ഭാഷയിലാണ്. അപ്പം അതിനും ഭാഷ വേണം. അപ്പോൾ ഭാഷയുടെ വളായിഫുൽ ലുഗ പ്രധാനമായിട്ടും എടുത്ത് പറയുന്നത് 4 എണ്ണാണ്. ഒന്ന് താബീർ, എക്സ്പ്രസ് ചെയ്യാൻ, താലും ലേൺ ചെയ്യാൻ, തവാസുൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, തഫ്കീർ ചിന്തിക്കാൻ. അപ്പോൾ ഇത് ഒരുപാട് തവണ വളായിഫുൽ ലുഗ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ തവണയും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ക്വസ്റ്റ്യന് പല രീതിയിലാണ് ക്വസ്റ്റ്യൻ ഓരോ തവണയും ചോദിക്കുക. അതായത് ഇതിന്റെ മുത്തറാദിഫുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പല തവണയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിട്ടുള്ളത്. നോക്കാം. അപ്പൊ ഇതുമായിട്ട് ഇതിൽ ഉൾക്കൊള്ളാത്താണ് നമ്മൾ നോക്കേണ്ടത്. ഒന്ന് അത്താബീർ അമ്മാ ഫി നഫ്സ് അല്ലെ, മനസ്സിലുള്ളത് എക്സ്പ്രസ് ചെയ്യാൻ, അത് ലാംഗ്വേജിന്റെ ഒരു ഫംഗ്ഷൻ ആണ് അല്ലെ. താബീർ അല്ലെ ഇവിടെ വന്നു. അടുത്തത് അൽ ഇക്തിസാബ് ബിൽ മാൽ വൽ ജാഹ്, നമുക്ക് പണവും അതുപോലെ ഉന്നതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് ലാംഗ്വേജ് എന്നുള്ളത്. അതൊരിക്കലും ഒരു ലാംഗ്വേജിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. പണം സമ്പാദിക്കുക എന്നുള്ളത്, ഒരു ലാംഗ്വേജ് പഠിക്കുന്നത് പണം സമ്പാദിക്കാൻ വേണ്ടിയാണ്. അതായത് അറബി പഠിക്കുന്നത്, അറബി എവിടെയെങ്കിലുമൊക്കെ സ്കൂളിൽ പഠിപ്പിച്ച് എനിക്ക് പണം സമ്പാദിക്കാൻ വേണ്ടിയാണ് എന്നുള്ള ആറ്റിറ്റ്യൂഡ് വളരെയധികം തെറ്റായിട്ടാണ് പെഡഗോജി പറയുന്നത്. അടുത്ത അൽ ഇത്തിസ്വാൽ ബൈനൽ അഫ്രാദ്, ആളുകൾക്കിടയിൽ എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെ, കോണ്ടാക്ട് ചെയ്യാൻ. ഇതാണ് ഏത് വന്നിട്ടുള്ളത്? തവാസുൽ, ഇത് താബീർ. അടുത്തത് അൽ ഇത്തിലാ അല സഖാഫത്തിൽ ഉഖ്റ, മറ്റുള്ള കൾച്ചറുകളെ ഇത്തിലാ ചെയ്യാൻ, വായിക്കാൻ വേണ്ടിയിട്ട്, അതിനെക്കുറിച്ച് കൂടുതൽ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. അത് ഏതുമായി ബന്ധപ്പെട്ടാണ്? താലും. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഐഡിയാസ്. ഇത് പല രൂപത്തിൽ, ഇവിടെ ഇപ്പൊ താലും എങ്ങനെ ഇവർ ചോദിച്ചത്? ഇവർ പറഞ്ഞത് ഇത്തിലാ അല സഖാഫത്തിൽ ഉഖ്റ, മറ്റുള്ള സഖാഫത്തുകളൊക്കെ വായിക്കാൻ. അങ്ങനെയുള്ള വ്യത്യസ്ത ടേംസിലാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അവിടെ ആൻസർ വരുന്നത് ഇക്തിസാബ് ബിൽ മാൽ വൽ ജാഹ്, അത് വളായിഫുൽ ലുഗയുമായി ബന്ധപ്പെട്ടതല്ല. നെക്സ്റ്റ്, യഖൂമുൽ മുഅല്ലിം ബി ഇഅ്താഇ ഖായിദ നഹ്വിയ, അധ്യാപകൻ എന്ത് കൊടുക്കുന്നുണ്ട്? ആദ്യം നഹ്വിലെ ഒരു ഖായിദ കൊടുക്കുന്നുണ്ട്. ബിൽ അംസില, അതിനുശേഷം അതിനെ അനലൈസ് ചെയ്യുന്ന, ആ ഖായിദയെ അനലൈസ് ചെയ്യുന്ന എക്സാമ്പിൾസ് കൊടുത്തു. തത്ബീഖ്, പിന്നീട് അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. വിഫ്ഖൻ ലിൽ ഖായിദ, ആ ഒരു ഖായിദ അനുസരിച്ചിട്ട് അവർക്ക് ആ ഒരു ഖായിദനെ ബേസ് ചെയ്തുകൊണ്ട് കൂടുതൽ അംസിലത്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് കൊടുത്തു. ഹാദിഹി ത്വരീഖ, ഈ ഒരു ടീച്ചിങ് മെത്തേഡിന് പറയുന്ന പേരാണ് ചോദിച്ചിട്ടുള്ളത്.
ഇതിൽ ത്വരീഖത്തുൽ ഖിയാസിയ ഡിഡക്റ്റീവ് മെത്തേഡ്, ത്വരീഖത്തുൽ ഇസ്തിദ്ലാലിയ എന്നും ഡിഡക്റ്റീവ് മെത്തേഡിന് പറയും. അതുപോലെ ത്വരീഖത്തുൽ ഇസ്തിഖ്റാഇയ ഇൻഡക്റ്റീവ് മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. അപ്പോൾ ഇതിൽ എന്താണ് ഇൻഡക്റ്റീവ് മെത്തേഡും ഡിഡക്റ്റീവ് മെത്തേഡും നമ്മൾ വ്യത്യാസം നമുക്കറിയാം. ഇൻഡക്റ്റീവ് മെത്തേഡ് എപ്പോഴും പോകുന്നത് സ്പെസിഫിക് ആയ തലത്തിൽ നിന്ന് ഒരു ജനറൽ ആയ തലത്തിലേക്കാണ്. ഡിഡക്റ്റീവ് മെത്തേഡ് പോകുന്നത് ജനറലിൽ നിന്നും സ്പെസിഫിക്കിലേക്കാണ്. അതായത് പിന്നെ ജനറൽ എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗമാണ്, അതിൽ നിന്ന് സ്പെസിഫിക് ആയിട്ടുള്ള ഒന്ന് ചെറിയൊരു ഭാഗത്തേക്ക് പോകും. ഇൻഡക്റ്റീവ് ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകുന്ന ഒരു സ്റ്റൈലാണ് ഉണ്ടാകുന്നത്. ഇവിടെ ഇപ്പം എന്താണ് ഖായിദ എന്ന് പറയുന്നത് ഒരു ജനറൽ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു നിയമമാണ്. ആ നിയമത്തിൽ നിന്നും കുറേ എക്സാമ്പിൾസിലേക്ക് പോവാണ്. അതിൽ ഇപ്പോൾ ഏതാണ് ഇതിന് ആൻസർ വരിക? ഡിഡക്റ്റീവ് മെത്തേഡ് അല്ലേ. ജനറലിൽ നിന്ന് സ്പെസിഫിക്കിലേക്ക് പോകുന്നത് ഏതാണ്? ഡിഡക്റ്റീവ് മെത്തേഡാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ത്വരീഖത്തുൽ ഖിയാസിയ, ത്വരീഖത്തുൽ ഇസ്തിദ്ലാലിയ, ഈ രണ്ട് പേരും ഡിഡക്റ്റീവ് മെത്തേഡിന് യൂസ് ചെയ്യുന്നുണ്ട്. സോ ആൻസർ ഈസ് എ ആൻഡ് ബി. ഓക്കെ, എ ആൻഡ് ബി ആണ് ആൻസർ. നെക്സ്റ്റ്, ഇഖ്തർ മിന തസ്രീഹാത്തിൽ ആതിയ മാലാ യുവാഫിഖ് ബിത്തഫാഉൽ സഫി. ക്ലാസ് ഇന്ററാക്ഷനുമായിട്ട് മാലാ യുവാഫിഖ് യോജിക്കാത്ത പ്രസ്താവന ഏത്? ക്ലാസ് ഇന്ററാക്ഷനുമായിട്ട് യോജിക്കാത്തത്. യുറായി അൽ ഫുറൂഖുൽ ഫർദിയ ലിദ്ദാരിസിൻ, കുട്ടികളുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഈ ഒരു ടേംസുകൾ, ടെക്നിക്കൽ ടേംസുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണേ. കുട്ടികൾക്കിടയിലുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസസ് പരിഗണിക്കുക. യുസായിദ് അൽ തവാസുൽ വ തബാദുൽ ആറാ, അതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആശയങ്ങൾ കൈമാറാനും സഹായിക്കുക. യുഖല്ലിൽ മിൻ ഹൈവിയത്തി ദാരിസീൻ, കുട്ടികളുടെ ആക്ടിവിറ്റീസ് കുറയ്ക്കുക. യുഷജ്ജ വ യുഅസ്സിസു ദാരിസീൻ, കുട്ടികളെ എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക, മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇതിൽ ക്ലാസ് ഇന്ററാക്ഷനുമായിട്ട് യോജിക്കാത്തത്, കുട്ടികൾ ഏത് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്താണ് ക്ലാസ്സിൽ കൂടുതൽ, ഏത് കാര്യം ചെയ്യുന്ന സമയത്താണ് ക്ലാസ്സിൽ കുറഞ്ഞ രീതിയിൽ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻവോൾവ്മെന്റ് കാണിക്കുന്നത് അല്ലേ? ക്ലാസ്സിൽ കുട്ടികളുടെ ആക്ടിവിറ്റീസ് കുറയ്ക്കുന്ന സമയത്ത് കുട്ടികൾ വല്ലാണ്ട് എന്ത് ചെയ്യില്ല, അതിൽ ഇൻവോൾവ് ചെയ്യില്ല. അതേപോലെ കുട്ടികളുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് പരിഗണിച്ചുകൊണ്ട് വ്യത്യസ്ത രൂപത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്ലാസ് ചെയ്യുകയാണെങ്കിൽ അവർ നന്നായിട്ട് തഫാഉലു സഫി, അതായത് ക്ലാസ്സിൽ നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യും. അതുപോലെ തന്നെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ ആശയങ്ങൾ കൈമാറാൻ ചോദിക്കുന്ന സമയത്തും നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യും. ആൻഡ് അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്ന സമയത്തും അവർ ക്ലാസ്സിൽ നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യും. നെക്സ്റ്റ്, അദ്ദാരിസ് അല്ലദി യഖ്തദിറു അലാ ലഅബുദ്ദൗർ. ലഅബുദ്ദൗർ യാനി റോൾ പ്ലേ ചെയ്യാൻ സാധിക്കുന്ന ഒരു കുട്ടി. ഹു യത്തസിഫ് ബി, ഇത് ഏത് പോർഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്? അദ്ദകാഉൽ മുതഅദ്ദിദ, മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. ഹവാർഡ് ഗാർഡന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്ന തിയറിയിൽ ഏകദേശം 8-9 ഇന്റലിജൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ലഅബുദ്ദർ റോൾ പ്ലേ ചെയ്യാൻ സാധിക്കുന്ന കുട്ടിക്ക് ഏത് ഇന്റലിജൻസ് ആണുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എന്താ റോൾ പ്ലേ എന്ന് പറയുന്നത്? ഇപ്പോൾ ജസ്റ്റ് ക്ലാസ്സിൽ കുട്ടി ഒരു റോൾ എടുക്കുക, ഒരു അമ്മയായിട്ട് അല്ലെങ്കിൽ ഒരു ടീച്ചറായിട്ട്, ആ രീതിയിൽ കുട്ടി എന്ത് ചെയ്യുക? റോള് അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയാണ്, അവർക്ക് ഒരുപാട് കപ്പാസിറ്റീസ് ഉണ്ടാവുകയാണ് ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ദകാഉൽ ലബ്തുൽ ബദനി, ഫിസിക്കൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ മോട്ടോർ ഇന്റലിജൻസ്, കൈനറ്റിക് ഇന്റലിജൻസ് എന്നൊക്കെ പറയും. ദകാഉ ലബ്തുൽ ബദനി എന്ന് പറയും, അല്ലെങ്കിൽ ദകാഉ അൽ ഹറക്കി, നമ്മുടെ ഹറക്കത്തുമായിട്ട് ബന്ധപ്പെട്ടത്, നമ്മുടെ ചലനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ബദൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമാണ്, ശരീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ ടേമുകൾ കണക്ട് ചെയ്ത് വെച്ചാൽ തന്നെ പഠിക്കാൻ സുഖമാണ്. അപ്പോൾ ഫിസിക്കൽ അല്ലെങ്കിൽ മോട്ടോർ ഇന്റലിജൻസ്, അതുപോലെ ദകാഉ തബീഇ നാച്ചുറൽ ഇന്റലിജൻസ്, ദകാഉൽ ബസരി വൽ മ്യൂസിഖി എന്ന് പറഞ്ഞാൽ, ബസരി എന്ന് പറഞ്ഞാൽ വിഷ്വൽ ഇന്റലിജൻസ്, അതുപോലെ മ്യൂസിക്കൽ ഇന്റലിജൻസ്. ദകാഉ തസറുഫാത്ത് ലിൽ ഗൈർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള, അതായത് ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ്. തസറുഫാത്ത് ലിൽ ഗൈർ എന്ന് പറഞ്ഞാൽ ഇന്റർ പേഴ്സണൽ, മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനുള്ള ഇന്റലിജൻസ്. അതേസമയം ദകാഉ ശഖ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ഇന്റലിജൻസ് ആണ്. ദകാഉ ശഖ്സി എന്ന് പറഞ്ഞാൽ ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് ആണ്. ഒരാൾ സ്വയം അയാൾക്ക് അയാളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുക, അങ്ങനെയുള്ള ആളുകളെയാണ് ദകാഉ ശഖ്സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ റോൾ പ്ലേ ചെയ്യാൻ സാധിക്കുന്ന കുട്ടി എപ്പോഴും എന്താണ്? റോൾ പ്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ മൂവ്മെന്റുമായിട്ട് വളരെയധികം റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. എന്നെ ദകാഉൽ ലബ്തുൽ ബദനി എന്ന് പറയാം, അല്ലെങ്കിൽ ദകാഉൽ ഹർക്കി എന്നും അതിനെ പറയാൻ പറ്റും.
നെക്സ്റ്റ് അത്വരിഖത്തുൽ ഇസ്തിഖറായിയ, നേരത്തെ നമ്മൾ പറഞ്ഞു ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഇൻഡക്റ്റീവ് മെത്തേഡ് ആയി ബന്ധപ്പെട്ടാണ് നോക്കേണ്ടത്. തതറക്കസു അലൽ മുദരിസ്, അത് അധ്യാപകനെ കേന്ദ്രീകരിക്കുന്നു. ത്വരീഖ തഖ്ലീദിയ, നമ്മുടെ പണ്ട് ഒരു പരമ്പരാഗതമായിട്ടുള്ള മെത്തേഡാണ്. ത്വരീഖ തഅ്തമിദു അലൽ ഹിഫ്ള് വദ്ദാക്കിറ, അതായത് നമ്മുടെ മനപ്പാടമാക്കുക അങ്ങനെ ഉണ്ടല്ലോ, അതുമായി അതിനെ അവലംബിക്കുന്നു. ത്വരീഖ തഅ്തമിദു അലൽ മുലാഹള വൽ ഇസ്തിംബാത്ത്, ഒബ്സർവേഷനും അതുപോലെ തന്നെ ഇസ്തിംബാത്ത് എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുന്നതിനെയാണ് ഇസ്തിംബാത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇസ്തിഖറായിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് ആയിട്ടുള്ള ഒരു തലത്തിൽ നിന്ന് ജനറൽ ആയിട്ടുള്ള തലം അല്ലെ, ഒരു ചെറിയ തലത്തിൽ നിന്ന് വലിയൊരു തലത്തിലേക്ക് ഇങ്ങനെ പോകുന്നതിന്, അല്ലെങ്കിൽ ഒരു ചെറിയ തലത്തിൽ നിന്ന് വലിയൊരു തലത്തിലേക്ക് പോകുന്നതിനെയാണ് എന്ത് പറയുന്നത്? ചെറിയൊരു തലത്തിൽ നിന്ന് അതിന്റെ വലിയൊരു തലത്തിലേക്ക് പോകുന്നതിനെ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയും. അതായത് ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുന്നതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ത്വരീഖത്തുൽ ഇസ്തിഖറായിയ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ത്വരീഖത്തുൽ ഇസ്തിഖറായിയ നമ്മുടെ ഒബ്സർവേഷന്, ഇസ്തിംബാത്ത് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. കാരണം സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടാണ് ജനറൽ ആയിട്ടുള്ള ഒരു ഇതിങ്ങനെയാണ് എന്നുള്ളൊരു കായികയിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പൊ അത് ത്വരീഖത്തുൽ ഇസ്തിഖറായിയുമായി ബന്ധപ്പെട്ടാണ്. നെക്സ്റ്റ് അത്തഖ്ദീർ അൽ മുസ്തമിർ, കണ്ടിന്യൂസ് ഇവാലുവേഷൻ, അത് എന്തെല്ലാം കാര്യങ്ങളാണ് കുട്ടികളുടെ അസസ് ചെയ്യുന്നത്? അൽ കഫാഅത്ത്, എഫിഷ്യൻസി, കുട്ടികൾ എന്തൊക്കെ കപ്പാസിറ്റീസ് ഉണ്ട് നോക്കുന്നു. അൽ മുയൂൽ, കുട്ടിയുടെ ഇൻട്രസ്റ്റ്. അൽ ഇൻജാസാത്ത്, കുട്ടികളുടെ നേട്ടങ്ങൾ. ജമിഉൽ ഇജാബാത്ത് സഹീം അല്ലെ. കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഇതെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഇഖ്തർ അത്വഖമു സഹീഹ് മിനൽ ആതിയ, താഴെ തന്നതിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാൻ. ഏതാണ്? ജിഹാസു ഇക്തിസാബുൽ ലുഗ, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, നമ്മൾ മുമ്പ് പറഞ്ഞതാണ് ലാഡ് അല്ലെ, ലാഡ് എന്ന് ചുരുക്കിയിട്ട് എഴുതും, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. താലീം ബിൽ മുമാറസ, അൽ ഹാസിൽ അൽ ആതിഫി, അൽ ദക്കാഉൽ മുതഅദ്ദിദ്, ഇത്രയും തന്നിട്ടുണ്ട്. ഇത് കണ്ടുപിടിച്ച ആളുകളെയുമാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ഓരോന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറയുന്നത്, ഞാൻ ഡയറക്റ്റ് ആൻസർ തന്നെ പറയാണ്, കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കാം. നോം ചോംസ്കി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒന്നാണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, ജിഹാസ് ഇക്തിസാബുൽ ലുഗ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അടുത്തത് താലീം ബിൽ മുമാറസ, അതായത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പഠിക്കുക, പരിശീലിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളത്, പ്രാക്ടിക്കലി കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത്, ആ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ജോൺ ഡീവേ ആണ്. നമുക്കറിയാം പ്രൊജക്റ്റ് മെത്തേഡ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒന്നാണ് ത്വരീഖത്തുൽ മശ്റൂഇയ്യ എന്ന് പറയുന്നത്. ഈ പ്രൊജക്റ്റ് മെത്തേഡ് എന്തിന്റെ ബേസിലാണ് വന്നിട്ടുള്ളത്? പ്രാഗ്മറ്റിസം എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ പ്രാക്ടിക്കലി ചെയ്ത് പഠിക്കുന്നതിനെയാണ് പ്രാഗ്മറ്റിസം എന്ന് പറയുന്നത്. അതാണ് താലീം ബിൽ മുമാറസ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ജോൺ ഡീവേ മുന്നോട്ട് വെച്ചാണ്. അടുത്ത അൽ ഹാസിലുൽ ആതിഫി എന്ന് പറഞ്ഞാൽ ഇമോഷണൽ കോഷ്യന്റ്, ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇമോഷണൽ കോഷ്യന്റ് എന്ന് പറയുന്നത് ഡാനിയൽ ഉൽമാൻ്റെതാണ്. അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒന്നാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ദക്കാഉൽ മുതഅദ്ദിദ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അവാർഡ് കാണാറുണ്ട്, മുന്നേ പറഞ്ഞു. അതിൽ വരുന്ന അതേ രീതിയിൽ വരുന്ന മറ്റൊന്നാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡാനിയൽ ഉൽമാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ദക്കാഉൽ മുതഅദ്ദിദ ഹവാർഡ് ഗാർഡ്നർ, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അത് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഹവാർഡ് ഗാർഡ്നറുമാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഇതാണ് ശരിയായിട്ടുള്ള ജോഡി. ബാക്കിയുള്ളതും കൂടെ കറക്റ്റ് മനസ്സിലാക്കി വെക്കാം. അടുത്തത് അവ്വൽ മഹാറ ലുഗവിയ ത്വബിയ, നാച്ചുറൽ ആയിട്ടുള്ള ആദ്യത്തെ ലാംഗ്വേജ് സ്കില്ല് ഏതാണ് എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ചെറിയ കുട്ടി പിറന്നു വീഴുന്ന സമയത്ത് ആ കുട്ടി എങ്ങനെ ഭാഷ പഠിക്കുന്നത്? നമ്മൾ സംസാരിക്കുന്നത് ആ കുട്ടി ശ്രദ്ധിക്കും അല്ലെ, ശ്രദ്ധിച്ചിട്ട് പിന്നെ നമ്മൾ പറയുന്ന പോലെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുക. അപ്പൊ ആദ്യത്തെ മഹാറ ലുഗവിയ എന്ന് പറയുന്നത് ഇസ്തിമാ ആണ്. ഇതേ ഓർഡറിലാണ് നമ്മൾ LSRW എന്ന് പഠിച്ചു വെച്ചാൽ മതി. ആദ്യം ഒരാളിൽ ലിസണിങ് നടക്കും, അതിനനുസരിച്ചിട്ട് ആ ലിസണിങ് ഉള്ള ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കുട്ടി പിന്നീട് എന്ത് ചെയ്യും? സ്പീക്ക് ചെയ്യും അല്ലെ, സ്പീക്ക് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ റീഡ് ചെയ്യാൻ പഠിച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? റൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ പഠിച്ചു വെക്കാം. നെക്സ്റ്റ് മിൻ അഖ്ദമിൽ വസാഇലു താലിമിയ, ടീച്ചിങ് എയ്ഡ്സിൽ ഏറ്റവും പഴയത് ഏതാണ് എന്നുള്ളതാണ്. അശ്ശറാഇഹ്, സ്ലൈഡുകൾ. അസ്സബൂറ,
സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഇതേ രീതിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്ന സമയത്ത് ഈ ഒരു പ്രതലം മാറുന്ന ഷെറാഇഹ് പിപിടികൾ പോലെയുള്ള പവർ പോയിന്റ് പ്രസന്റേഷൻ സ്ലൈഡുകൾ പോലെയുള്ളത്, സബൂറ ബ്ലാക്ക് ബോർഡ്, മുജസ്സമാത്ത് ഡെമോസുകൾ അല്ലെ, അഗ്നിപർവ്വതം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ ഡെമോസ് ആയിട്ട് കാണിച്ചു കൊടുക്കുമല്ലോ. അതുപോലെ അഫ്ലാം ഫിലിം ബ്ലാക്ക് ബോർഡ് അല്ലെ, പണ്ടേ ഉള്ള ഒരു ടീച്ചിങ് എയ്ഡാണത്. അടുത്തത് തുറക്കു തദ്രീസ് അൽ ഖദീമ തഅ്തനി കസീറൻ ബി, പഴയ ടീച്ചിങ് മെത്തേഡ്സുകൾ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് എന്തിലാണ്? അത്താലീം അല അസാസിൻ നഷാത്താത്ത്, ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ടീച്ചിങ്ങിൽ. അത്തദ്രീസു താവുനി മാൽ അഖ്റാൻ, പിയേഴ്സുമായിട്ട് അതായത് കൂട്ടുകാരുമായിട്ടുള്ള കോപ്പറേറ്റീവ് ടീച്ചിങ്ങിന്. തദ്രീസുൽ കുതുബുൽ മുഖററ്, ടെക്സ്റ്റ് ബുക്ക് ടീച്ചിങ്. അത്താലീം അല അസാസിൽ മുനാഖഷ വത്തഫാഉൽ, ചർച്ച ചെയ്തിട്ട് ഇന്ററാക്ഷന്റെ ഒക്കെ ബേസിൽ പഠനം പോവുക. ഇതിൽ ഏതാണ് നമുക്കറിയാം അല്ലെ, പണ്ട് കാലത്ത് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ളതിനാണ് കൂടുതൽ ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ബാക്കിയുള്ളതിനൊക്കെയാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്, ശ്രദ്ധ കൊടുക്കുന്നത്. അടുത്ത് തുറക്കു തദ്രീസുൽ ഹദീസ, അപ്പൊ പണ്ടത്തത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു. ഇനി ഇപ്പോഴുള്ള മോഡേൺ ടീച്ചിങ് മെത്തേഡ്സ് തെതറക്കസു അല, അത് ടീച്ചറിനെയാണോ സ്റ്റുഡൻറ്റിനെയാണോ ടെക്സ്റ്റ് ബുക്കിനെയാണോ അല്ലെങ്കിൽ ടീച്ചറിനെയും സ്റ്റുഡൻറ്റിനെയും എന്തിനെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് തുറക്കു തദ്രീസുൽ ഹദീസ വരുന്നത്? ദാരിസ് അല്ലെ, ഇപ്പോഴത്തെ ടീച്ചിങ് എന്ന് പറയുന്നത് സ്റ്റുഡൻറ് സെൻട്രിക് ആണ്. പണ്ടത്തെ ടീച്ചിങ് എന്ന് പറയുന്നത് ടീച്ചർ സെൻട്രിക് ആണ്. അവിടെ ടീച്ചറാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ പറയുന്നത് എല്ലാം സ്റ്റുഡൻസിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം, ടീച്ചർ ജസ്റ്റ് ഒരു സ്കഫോൾഡർ മാത്രമാണ്, അവർക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ആള് മാത്രമാണ് എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത സബൂറ ദക്കിയ, ഈ ഒരു സ്മാർട്ട് ബോർഡ് എന്താക്കി കണക്കാക്കപ്പെടുന്നുണ്ട്? മിൻ അഹമ്മി അൽ വസാഇൽ താലിമിയൽ ഹദീസ, നമ്മുടെ മോഡേൺ ടീച്ചിങ് എയ്ഡ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ടീച്ചിങ് എയ്ഡ് ആയിട്ടാണ് ഈ രൂപത്തിലുള്ള സ്മാർട്ട് ബോർഡ്സിനെ കണക്കാക്കുന്നത്. അതിന് കാരണം എന്താണ്? യജാലു അൽ അമലിയ താലിമിയ ലിയനഹ യജാലു അൽ അമലിയ താലിമിയ അക്സറു സ്വാബ, ഇതെന്താണ് ടീച്ചിങ് പ്രോസസ്സിനെ വളരെയധികം പ്രയാസകരമാക്കുന്നുണ്ട്. പ്രയാസകരമാണോ? നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ അറിയാനും പറയാനൊക്കെ. മറ്റേ ബോർഡാണെങ്കിൽ ഇപ്പം നമ്മൾ ഓരോ ക്വസ്റ്റ്യനും എഴുതണം, ഒരുപാട് സമയം അവിടെ പ്രയാസമാണ് ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഒക്കെ. പക്ഷെ ഇതെന്താണ്, അക്സർ സോൾവ് ആക്കുന്നുണ്ടോ? അപ്പോൾ ആ പറഞ്ഞ ടീച്ചിങ് പ്രോസസ്സ് സോൾവ് ആക്കുന്നില്ല, ഈസി ആക്കാണ് ചെയ്യുന്നത്. അതുപോലെ തെഹ്താജു ഇല വഖ്തിൻ വജുഹദിൻ അക്സർ, ഇതിന് ഒരുപാട് സമയവും എഫേർട്ടും ആവശ്യമാണ്. ആണോ? നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇതാക്കി സ്ക്രോൾ ചെയ്ത് കൊടുത്താൽ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. മറ്റേ ഞാൻ പറഞ്ഞു നമ്മൾ ഓരോന്ന് എഴുതേണ്ട ആവശ്യം വരും, അപ്പൊ അതും തെറ്റാണ്. അതുപോലെ അൽ ഇഅ്തിമാദ് അൽ ഖലീൽ അല തഫ്കീർ, ചിന്തിക്കാൻ കുറച്ച് സമയം കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നതെന്ന് പറയുന്നു. അതൊരിക്കലും അല്ല. സ്മാർട്ട് ബോർഡ്സിൽ പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് സ്റ്റുഡൻസിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ കുട്ടികളുടെ തഫ്കീർ എന്ത് ചെയ്യാണ്, വർദ്ധിക്കാണ് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളതും തെറ്റാണ്. അടുത്ത തുസായിദ് തുല്ലാബ ദവിൽ മഖ്തറാത്ത്, അതുപോലെ കുട്ടികൾ എന്താണ് ഒരുപാട് കപ്പാസിറ്റി ഉള്ളവരായിട്ട് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതെന്ത് ചെയ്യുന്നത്, പോസ്റ്റ്. കാരണം കുട്ടികൾക്ക് പെട്ടെന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, മറ്റേത് ഒരുപാട് സമയം എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ തുല്ലാബിന് ഒരുപാട് കപ്പാസിറ്റി ഉള്ളവരായിട്ട് മാറ്റാൻ ഈ ഒരു സബൂറ ദക്കിയ സമ്മതിക്കുന്നുണ്ട്. അടുത്ത ഇഖ്തർ മിനലാത്തിയ തസ്രീഹൻ ലാ യുവാഫിഖ് ബിത്താലിമി താവനി, അതായത് കോപ്പറേറ്റീവ് ലേണിംഗുമായിട്ട് യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കിടയിൽ അവർ പരസ്പരം സഹകരിച്ചിട്ടുള്ള ഒരു പഠനം അല്ലെ, അതിനെയാണ് പറയുന്നത്. ഇതിലെന്താണ്? അൽ മുഷാറക്ക ബൈന ദാരിസീൻ ഫി ജമൽ മാലൂമാത്ത്, ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നതിൽ കുട്ടികൾക്കിടയിൽ പങ്കാളിത്തം ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം ഗ്രൂപ്പായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ മുഷാറക്കത്ത് ചെയ്യുന്നുണ്ട് അല്ലെ. അടുത്ത തയീൻ അൽ അദ്വാർ ബൈനൽ മുഷാരിക്കിൻ, പങ്കെടുക്കുന്നവർക്കിടയിൽ ഓരോ റോളുകൾ നിർണ്ണയിക്കും. ഓരോരുത്തർ ഓരോ ഭാഗങ്ങൾ ചെയ്യട്ടെ, അങ്ങനെയുള്ള പല രീതിയിൽ ഒരാൾ ലീഡറായി നിൽക്കട്ടെ, അങ്ങനെ പല റോളുകൾ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും. അതുപോലെ ഖല്ലത്തു തഫാഉൽ ഗൈറൽ മുബാഷിർ, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ കുറയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻഡയറക്റ്റ് ആയാലും ഡയറക്റ്റ് ആയാലും എല്ലാ രൂപത്തിലുമുള്ള ഇന്ററാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കോപ്പറേറ്റീവ് ലേണിംഗ് ഇതേപോലെയുള്ള ഡിസ്കഷൻ ഗ്രൂപ്പുകൾ കുട്ടികൾ ഇരിക്കുന്നതിൽ അവർക്ക് തഫാവുൽ ഇന്ററാക്ഷൻ എപ്പോഴും എന്താണ് കൂടുകയാണ് ചെയ്യുന്നത്. അതേസമയം ടീച്ചർ പറയുന്ന സമയത്ത് അവർക്ക് അവിടെ ഇന്ററാക്ഷൻ സംഭവിക്കുന്നില്ല, അവർ തമ്മിലാകുമ്പോൾ നന്നായിട്ട് ഇന്ററാക്ഷൻ നടക്കാനുള്ളത്. അപ്പൊ ആ പറഞ്ഞിട്ടുള്ളത് തെറ്റാണ്. അടുത്തത് തയീനുൽ അഹ്ദാഫ്, ഒബ്ജക്റ്റീവ്സുകൾ നിർണ്ണയിക്കാൻ സാധിക്കും, എന്തൊക്കെ ചെയ്യണം, നമ്മൾ എങ്ങനെയൊക്കെ പോകണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ആൻസർ ഈസ് സി.
നെക്സ്റ്റ് ലൈസ മിൻ ഇസ്തിറാത്തിജിയത്തു തദ്രീസ് അൽ മുഫല്ലല ഫിൽ മദാരിസ്. സ്കൂളുകളിൽ നമ്മൾ ഒരു ശ്രേഷ്ഠമായിട്ട് അല്ലെങ്കിൽ നല്ലതായിട്ട് പറയുന്ന ടീച്ചിങ് സ്ട്രാറ്റജിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അതായത് ഈ ഒരു ടീച്ചിങ് മെത്തഡോളജി സപ്പോർട്ട് ചെയ്യാത്ത ടീച്ചിങ് മെത്തേഡ് ഏതാണ്? അത്താലീം ബിൽ മുഹാലറ, ലെക്ചർ മെത്തേഡ്. താലീം അൽ ഇഷ്തിറാക്കി, ഇഷ്തിറാക്കി എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പേറ്റീവ് ആയിട്ടുള്ള ലേണിംഗ്. താലീം അദാത്തി, സെൽഫ് ആയിട്ടുള്ളത്. താലീം ബിൽ ലാബ്, ഒരു പ്ലേവേ മെത്തേഡ്, കുട്ടികൾ കളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടുള്ളത്. നമുക്കറിയാം താലീം ബിൽ മുഹാലറ, നേരത്തെ സുലൂക്കിയ ഏത് നെളരിയത്തുമായിട്ട് യോജിക്കുന്നില്ല എന്ന് പറയുന്ന രീതിയിൽ പോലെ മുഹാലറത്ത് എന്ന് പറയുന്നത് ബാക്കിയുള്ള ഇതിലൊന്നും യോജിക്കുന്നില്ല. കാരണം മുഹാലറത്ത് എന്ന് പറയുന്നത് അവിടെ ടീച്ചറാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതായത് സ്റ്റുഡൻസിന് അവിടെ ഇന്ററാക്ഷൻ സംഭവിക്കുന്നില്ല, അവരുടെ ഇൻട്രസ്റ്റോ ഇൻഡിവിജ്വൽ ഡിഫറൻസോ ഒന്നും തന്നെ അവിടെ എന്ത് ചെയ്യുന്നില്ല, പരിഗണിക്കുന്നില്ല. നമുക്കറിയുന്ന കാര്യമാണ്. ഞാനിവിടെ ജസ്റ്റ് ഇതിന്റെ മറ്റൊരു പേരും കൂടി പറയാം. ത്വരീഖത്തുൽ ഇൽഖാ. ഓക്കെ, ഇൽഖാ ലെക്ചർ മെത്തേഡിന് ത്വരീഖത്തുൽ ഇൽഖാ എന്നും പറയും, അല്ലെങ്കിൽ ത്വരീഖത്തുൽ മുഹാലറ എന്നും രണ്ട് പേരും യൂസ് ചെയ്യാറുണ്ട്, മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് ഇഖ്തറഷാദ് മിനൽ അത്തിയ, താഴെ തന്നതിൽ ഒറ്റപ്പെട്ടിട്ടുള്ളത് ഇവാൻ പാവ്ലോ, തൊണ്ടൈക്, വൈഗോട്സ്കി, സ്കിന്നർ. സിമ്പിൾ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞു സുലൂക്കിയ എന്ന് പറയുന്നത് ബാക്കിയുള്ളതുമായിട്ട് യോജിക്കുന്നില്ല. അപ്പോൾ ഇവിടെ പാവ്ലോ, തൊണ്ടൈക്ക്, സ്കിന്നർ എന്ന് പറയുന്നത് ബിഹേവിയറിസത്തിന്റെ സുലൂക്കിയയുടെ അസ്ഹാബുകളിൽ വരുന്നവരാണ്. വൈഗോട്സ്കി എന്ന് പറയുന്നത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിന്റെ വരുന്നതാണ്. സോ ആൻസർ ഈസ് വൈഗോട്സ്കി. അടുത്ത മത തെക്കൂനു ദിറാസ ഫഅല, എപ്പോഴാണ് ലേണിംഗ് ഇഫക്റ്റീവ് ആകുന്നത്? ഇതാ തവഫറത്ത് അൽ ജവു താവുനി വൽ അംന്, കുട്ടികൾക്ക് വളരെ താവുനായിട്ട് കോപ്പറേറ്റീവ് ആയിട്ടും വളരെ നിർഭയത്വമായിട്ടൊക്കെ ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ ലഭിക്കുമ്പോൾ. അതുപോലെ ഇതാ ഇസ്തഖ്ദമത്ത് അഹാദി അൽ ഹവാസ് ഫി ദിറാസ, അതായത് പഠനത്തിൽ നമ്മുടെ ഏതെങ്കിലും ഒരു അനുഭവം മാത്രം, അതായത് വിഷ്വലായിട്ട് മാത്രം അല്ലെങ്കിൽ ഓഡിയോ ആയിട്ടുള്ള മാത്രം, അങ്ങനെ ഒരു ഹവാസ് മാത്രം ഉപയോഗിക്കുന്ന സമയം. ബിതഖദീം അത്തജാറുബു ദിറാസിയ ലൗലബിയൻ, വളരെ സ്പൈറൽ ആയിട്ട് കുട്ടികൾക്ക് ലേണിംഗ് എക്സ്പീരിയൻസുകൾ നടക്കുന്നതാണ്. അതായത് ഇങ്ങനെ സ്പൈറൽ മീൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന രീതിയിൽ കുട്ടിക്ക് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത്, ലേണിംഗ് എക്സ്പീരിയൻസ് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴാണ് എഫക്റ്റീവ് ആകുന്നത്? എ ആൻഡ് സി എന്ന് പറയുന്നുണ്ട്. ആൻഡ് സി ആണ് ആൻസർ വരുന്നത്. നമുക്കറിയാം ഒരു ഹവാസ് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലേണിംഗ് എഫക്റ്റീവ് ആവില്ല. എല്ലാ രീതിയിലും മൾട്ടിപ്പിൾ ആയിട്ടുള്ള രീതിയിൽ പോകുമ്പോഴാണ് കുട്ടികൾക്ക് എപ്പോഴും ഇൻട്രസ്റ്റഡ് ആവുന്നത്. അതുപോലെ തന്നെ നല്ലൊരു കോപ്പറേറ്റീവ് ലേണിങ്ങും നല്ലൊരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള വളരെ നിർഭയത്വമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടായാൽ തന്നെ എഫക്റ്റീവ് പഠനം നടക്കും. അതുപോലെ വളരെ സ്പൈറൽ ആയിട്ട് കണ്ടിന്യൂറ്റി കാണിച്ചുകൊണ്ട് കുട്ടികൾക്ക് എക്സ്പീരിയൻസ് കൊടുക്കുന്ന സമയത്തും എഫക്റ്റീവ് ആയിട്ടുള്ള പഠനം നടക്കും. നെക്സ്റ്റ് ഹസല നജീബ് മഹ്ഫൂദ് ജായിസ നൊബേൽ ഫിൽ അദബിൽ അറബി എന്ന് പറയുന്ന ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. തഹ്താജു ഹാദിഹിൽ ജുംല ഇല, അതായത് തഹ്രീർ എന്ന് പറയുന്ന കിതാബത്തിന്റെ അണ്ടറിൽ വരുന്ന ഒരു പോർഷനാണ്. അതായത് നമ്മൾ എഴുതിയിട്ടുള്ളതിനെ എഡിറ്റിംഗ് നടത്തുന്ന സമയത്ത് നമുക്ക് പല രീതിയിൽ എഡിറ്റിംഗ് നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ തഹ്രീറുൽ അജ്റൂമി, തഹ്രീറുൽ അജ്റൂമി എന്ന് പറഞ്ഞാൽ ഗ്രാമറ്റിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും, ഇപ്പൊ ഈ കൊടുത്ത ഇതിൽ ഗ്രാമറ്റിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെങ്കിൽ അതിനെ തഹ്രീറുൽ അജ്റൂമി എന്ന് പറയും. തഹ്രീറുൽ മബ്ഹസി എന്ന് പറഞ്ഞാൽ തിമാറ്റിക് ആയിട്ടുള്ളത്, തിമാറ്റിക് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതിൽ ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു അറിവുപരമായിട്ടുള്ള കാര്യം തെറ്റാണ് എന്നുണ്ടെങ്കിൽ അതിനെ തഹ്രീറുൽ മബ്ഹസി എന്ന് പറയും. തഹ്രീറു തർക്കീബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചറൽ ആയിട്ടുള്ള എഡിറ്റിംഗ്, അതായത് അതിൻ്റെ സ്ട്രക്ചറിൽ എന്തെങ്കിലും സാധാരണ എന്താണ് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് അങ്ങനെയാണ് ഇംഗ്ലീഷിലെ സ്ട്രക്ചർ വരുന്നത്. അറബിയിലെ സ്ട്രക്ചർ ഫിഅല്, അത് കഴിഞ്ഞ് ഫായില്, മഫ്ഊലും ബിഹി, അങ്ങനെയുള്ള ഈ സ്ട്രക്ചറിൽ എന്തെങ്കിലും എഡിറ്റിംഗ് വരുത്തുന്നതിനാണ് തഹ്രീറു തർക്കീബി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹസല നജീബ് മഹ്ഫൂദ് ജായിസത്ത് നൊബേൽ ഫിൽ അദബിൽ അറബി, അറബി സാഹിത്യത്തിൽ നജീബ് മഹ്ഫൂദ് നോബൽ പ്രൈസ് നേടി. ഇതാണ് സംഗതി. അതൊക്കെ നമുക്കറിയാം. അവിടെ തഹ്രീറുൽ മബ്ഹസിന്റെ ആവശ്യമില്ല, കാരണം ആ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്, ശരിയാണ്. നോബൽ പ്രൈസ് ആര് നേടിയിട്ടുണ്ട്? നജീബ് മഹ്ഫൂദ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹസല മാലിയിലാണ്, അദ്ദേഹം നേടിക്കഴിഞ്ഞൊരു കാര്യമാണ്. അത് കറക്റ്റ് ആയിട്ട് ഇവിടെ പറഞ്ഞേ അല്ലേ. ഫിഅല് ഫായില് എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ ആ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഗ്രാമറും ഓക്കെയാണ്. പിന്നെ ഇവിടെ എന്താണ്, ഇവിടെ ഒരു കാര്യം ഇല്ല. എന്താണ്, ഒരാള് ഹസ്വല എന്ന് പറഞ്ഞാൽ മാത്രം നേടിയെന്നാവില്ല. ഞാൻ ജസ്റ്റ് വായിച്ചാണ് ഹസ്വല അല അല്ലെ,
ഹസല അല എന്ന് പറയുന്ന സമയത്താണ് നേടി എന്നുള്ള അർത്ഥം വരുന്നത്. അതുപോലെ തന്നെ റൈബ ഫി അപ്പോഴാണ് ആഗ്രഹിക്കുക, റൈബ അൻ അത് വെറുക്കുക, അങ്ങനെ അതിനോട് വിരക്തി കാണിക്കുക എന്നുള്ള, ഇങ്ങനെ രണ്ടെണ്ണം കൂടിയിട്ടുള്ള ടേംസുകളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇവിടെ ഹസല മാത്രമേ ഉള്ളൂ. ഇവിടെ ശരിക്കും എന്താണ് ഹസല നജി മഹ്ഫൂൽ, ഇവിടെ എന്ത് പറഞ്ഞാൽ അല ജായിസത്തി നൊബേൽ ഫിൽ അദബിൽ അറബി അല്ലെ, അദബിൽ അറബിയിൽ അദ്ദേഹം നോബൽ പ്രൈസ് നേടി എന്നുള്ള ഈ അല ഇവിടെ വേണം. ഈ അല മിസ്സിംഗ് ആയിട്ടുണ്ട്, അതായത് അതിന്റെ സ്ട്രക്ചറിൽ എന്ത് വന്നിട്ടുണ്ട്, മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. സോ ആൻസർ ഇസ് തഹ്രീർ അത്തർക്കീബി എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു മാർച്ച് 2023 വന്നിട്ടുള്ളത്. ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. സിമ്പിൾ ആയിട്ടുള്ളത് തന്നെയാണ്. നന്നായിട്ട് പഠിക്കുക. കാരണം ഇതിൽ വന്ന മെജോറിറ്റി ക്വസ്റ്റ്യൻസും മുൻ വർഷങ്ങളിൽ എന്ത് ചെയ്തിട്ടുള്ളതാണ്, പിന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ്, ഒരേ പാറ്റേണിൽ വന്നിട്ടുള്ളതാണ് മെജോറിറ്റി ക്വസ്റ്റ്യൻസും. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക. ശുക്രൻ ലക്കും.